വേട്ടക്കാരി അധ്യായം 6. സണ്ണിമോനെ കണ്ടപ്പോൾ യുവതിയുടെ മുഖത്തുമുണ്ടായി ഒരു ഞെട്ടൽ. യുവാവിന് പക്ഷേ കാര്യമായ ഭാവമാറ്റമൊന്നും ഇല്ല. എന്തു വേണം? ഒട്ടും പതറാതെ അവൻ തിരക്കി. വിവേക്. യുവതി പെട്ടെന്ന് അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. നീ ചുമ്മാതിരി ടെസി. അവൻ ആ കൈ എടുത്തു മാറ്റി. അല്ലെങ്കിലും കാക്കിട്ടോന്മാർക്കുള്ള ചൊറിച്ചിലാ ഇത്. ഏതെങ്കിലും ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്നത് കണ്ടാലുടൻ ഇമ്മോറൽ ട്രാഫിക്കാണെന്ന്. അതുവരെ സെൽഫോൺ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന കാരണവർ കേശവ് പെട്ടെന്ന് തടഞ്ഞു. ഇമ്മോറൽ ട്രാഫിക് ഇല്ലാതെ ഇത് പിന്നെ എന്താടാ നായിന്റെ മോനെ? നിന്റെ അമ്മയ്ക്ക് വായ്ക്കരിയിടുകയായിരുന്നോ? അയാളുടെ അലർച്ച കേട്ട് ചോലയിൽ കുളിക്കുകയായിരുന്ന യുവാക്കളും പെട്ടെന്ന് തിരിഞ്ഞു. അവർക്ക് പന്തികേട് മണത്തു. വേഗം കരയ്ക്ക് കയറി ഡ്രസ്സ് ധരിക്കാൻ ശ്രമിച്ച അവർക്ക് നേരെ റേഞ്ചർ കാരണവർ വിരൽ ചൂണ്ടി. അവിടെ നിന്ന് അനങ്ങരുത് നീയെന്നും. അടിവസ്ത്രം ധരിച്ചോണ്ട് റോഡ് സൈഡിൽ നിന്ന് കുളിക്കാമെങ്കിൽ പിന്നെ എന്തിനാടാ ഈ ഉടുവസ്ത്രം? അയാൾ അവരുടെ ചിത്രങ്ങളും ഫോണിൽ പകർത്താൻ തുടങ്ങി. ഏയ്, നിങ്ങൾ ആരോടാ കളിക്കുന്നതെന്നറിയാമോ? താർ ജീപ്പിനുള്ളിലിരുന്ന യുവാവ് ഒച്ച വെച്ചു. ഷട്ടപ്പ് ബാസ്റ്റേഡ്. ഇനി നാവനയ്ക്കാൽ പൊക്കിയെടുത്ത് ഞാൻ പാറയിലിടിക്കും. കാരണവർക്ക് രോഷം ഇരട്ടിച്ചു. പട്ടാ പകൽ വണ്ടിക്കുള്ളിലിരുന്ന് വ്യഭിചരിക്കുന്നതും പോരാ, കിടന്ന് കുരയ്ക്കുന്നോ? ഇത് നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ ലോഡ്ജ് റൂമാണെന്ന് കരുതിയോ? അയാൾ അകത്തേക്ക് കൈനീട്ടി അവനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ യുവാവ് ആ കൈ തട്ടിമാറ്റി. എടാ! കാരണവർ അകത്തേക്ക് കയറാൻ നോക്കി. അത്രയും നേരം ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുകയായിരുന്ന സണ്ണിമോൻ പെട്ടെന്ന് അയാളെ തടഞ്ഞു. സാർ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് പറയട്ടെ. എന്തോന്ന് പറയാൻ? ഇടിച്ചവന്റെ അടിവയറ് ഞാൻ കലക്കും. കാരണവർ വീണ്ടും മുന്നോട്ടാഞ്ഞു. പൊന്നു സാറേ, ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, സണ്ണിമോൻ പറഞ്ഞു. കാരണവരുടെ നെറ്റി ചുളിഞ്ഞു. സംശയത്തോടെ തന്നെ നോക്കിയ റേഞ്ചറെ അനുനയത്തിൽ ജീപ്പിന്റെ മറവിലേക്ക് മാറ്റി നിർത്തി സണ്ണിമോൻ തുടർന്ന് ശബ്ദം താഴ്ത്തി. സാറേ, ആ പെണ്ണും ചെറുക്കനും ആരാണെന്നറിയാമോ? ആരായാൽ എനിക്കെന്താടോ? കാര്യമുണ്ട് സാർ. ആ ചെറുക്കൻ സ്ഥലം MLA മകന്, പേര് വിവേക്. പെണ്ണ് നമ്മുടെ TFO രാഹുൽ സാറിന്റെ മകള ടെസി. അവിശ്വസനീയ ഭാവത്തിൽ റേഞ്ചർ നോക്കി നിന്നു. ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ രാഹുൽ രാജിന്റെ മകൾ ടെസി. റിയലി? കാരണവരുടെ കണ്ണുകൾ ചുരുങ്ങി. യെസ് സാർ. സണ്ണിമോന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. ഒരു നിമിഷം മിണ്ടാതെ നിന്നു കാരണവർ കേശവ്. പിന്നെ ചുണ്ടനക്കി. സണ്ണി, ഞാനത് അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തനിക്ക് രക്ഷപ്പെടാൻ അവസരം വീണ് കിട്ടുമെന്ന്. ഇത് അത് തന്നെയാ. ചെകുത്താൻ നമുക്കായി ഒരുക്കിത്തന്ന ചാൻസ്. പറഞ്ഞിട്ട് അയാൾ സണ്ണിമോനെയും കൂട്ടി ജീപ്പിന് പുറകിൽ വീണ്ടും എത്തി. എന്താ, തന്റെ ആവേശം തീർന്നോ? വിവേക് കാരണവരെ നോക്കി പരിഹസിച്ചു. ഞങ്ങളെ തൊട്ടാൽ പൊള്ളുമെന്ന് മനസ്സിലായി അല്ലേ? കാരണവരുടെ മുഖം മുറുകി. മനസ്സിലായി, പക്ഷേ തൊട്ടാൽ പൊള്ളുമെന്ന് അറിയാനൊരു പൂതി. പറഞ്ഞതും ഥാറിന്റെ പിന്നിലെ ഫുഡ് റെസ്റ്റിൽ ഇടം കാൽ കുത്തി കാരണവർ മുകളിലേക്ക് ഉയർന്നു. വലം കൈ റൂഫിലെ കമ്പിയിൽ പിടിച്ചിട്ട് ഇടം കൈകൊണ്ട് വിവേകിന്റെ ഷർട്ടിൽ അയാൾ കുത്തിപ്പിടിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഒറ്റ വലി. അവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. അയ്യോ! ടെസിയുടെ ചുണ്ടിൽ ഒരു നിലവിളി പിടഞ്ഞു. എടോ! അലറിക്കൊണ്ട് വിവേക് തറയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആ നിമിഷം തന്നെ കാരണവരുടെ ഉരുക്ക് സമാനമായ കൈപ്പത്തി അവന്റെ കവളിൽ ആഞ്ഞു പതിച്ചു. വല്ലാത്ത ഒരു ശബ്ദം. വിവേകിന്റെ കൂട്ടുകാർ വിറച്ചുപോയി. അവന്റെ കാലുകൾ ഒന്നിടറി. വീഴാൻ പോയ അവനെ സണ്ണിമോൻ താങ്ങി. മുഖത്തിന്റെ ഷേപ്പ് മാറിയതുപോലെ തോന്നി വിവേകിന്. കൈ ഉയർത്തി അടിയേറ്റ കവളിൽ അവൻ അറിയാതെ ഒന്ന് തടവി. ജീവിതത്തിൽ ആദ്യത്തെ സംഭവം. ചക്രവർത്തി കുമാരനെ പോലെ വിരാജിച്ചിരുന്ന തന്റെ മേൽ ഒരു ഫോറസ്റ്റ് റേഞ്ചർ കൈവച്ചിരിക്കുന്നു. അതും ടെസിയുടെയും തന്റെ സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച്. മരവിച്ചുപോയ അവന്റെ കാതിലേക്ക് കാരണവർ കേശവിന്റെ ശബ്ദം വന്നലച്ചു. എടാ പുല്ലേ, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്റെ കൈ തൊട്ടാൽ ആർക്കാ പൊള്ളുന്നതെന്ന്? വിഷമവും കോപവും അടക്കാനായില്ല വിവേകിന്. എടോ, എന്നെ തല്ലിയതിന് താൻ കണക്ക് പറയേണ്ടി വരും. ഞാൻ MLA ശിവശങ്കറുടെ മകന്. അതുകൊണ്ടെന്താടാ? വ്യഭിചരിക്കാൻ നിനക്കാരെങ്കിലും ലൈസൻസ് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കടാ. മറുപടി പറഞ്ഞില്ല വിവേക്. അവനെ അവഗണിച്ച് റേഞ്ചർ ടെസിയോട് കൽപ്പിച്ചു. ഇങ്ങോട്ടിറങ്ങടി. ടെസി ദയനീയ ഭാവത്തിൽ സണ്ണിമോനെ നോക്കി. പിന്നെ റേഞ്ചറോട് യാചിച്ചു. സാർ, നാണം കെടുത്തരുത്. ഒരബദ്ധം പറ്റിപ്പോയി. ഞാൻ ഫോറസ്റ്റ് ഓഫീസർ രാഹുൽ രാജിന്റെ മോളാ. അത് കേട്ട് കാരണവർ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, എന്റെ സുപ്പീരിയറിന്റെ മകളും MLA മകനും. ചാനലുകാർക്കും പത്രക്കാർക്കും ആഘോഷിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഒക്കെ കള്ളമാണെന്ന് പറഞ്ഞ് നിഷേധിക്കാനൊന്നും കഴിയില്ല. എല്ലാ തെളിവുകളും ലൈവായിട്ട് പകർത്തിയത് എന്റെ മൊബൈലിലുണ്ട്. അയാൾ ഫോൺ ഉയർത്തിക്കാട്ടി. അപ്പോൾ വിവേകനുമുണ്ടായി ഒരു പരുങ്ങൽ. തന്നെക്കുറിച്ച് മോശം ന്യൂസുകൾ പ്രചരിച്ചാൽ അച്ഛന് ശേഷം ഒരു രാഷ്ട്രീയ ഭാവി സ്വപ്നം കാണുന്നവനാണ് താൻ.
ഒരു മന്ത്രി കസേരയിലിരിക്കുക, സ്റ്റേറ്റ് കാറിൽ പറക്കുക, അങ്ങനെ. എന്ത് വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. മോളിങ്ങോട്ട് ഇറങ്ങി വാ. സണ്ണിമോൻ ടെസ്സിയെ വിളിച്ചു. മടിയോടെയാണെങ്കിലും അവൾ ഇറങ്ങി ജീപ്പിന്റെ മറവിൽ തലകുനിച്ചു നിന്നു. കാരണവരുടെ കണ്ണുകൾ ജീപ്പിനുള്ളിൽ കിടന്ന ചാക്കിൽ പതിഞ്ഞു. അതിലെന്താടാ? ചോദ്യം വിവേകിനോടായിരുന്നു. അവൻ കഠിനമായി ഞെട്ടി. അത് പിന്നെ സണ്ണി. വിളിയുടെ അർത്ഥം സണ്ണിമോന് പെട്ടെന്ന് മനസ്സിലായി. അയാൾ ജീപ്പിൽ കയറി. ചാക്ക് നിവർത്തിവെച്ച് മൂടിയഴിച്ചു. സാർ. അമ്പരപ്പിന്റെ ഒരു ശബ്ദം സണ്ണിയിൽ നിന്നുയർന്നു. സെൽഫോൺ നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ കാരണവർ കേശവ് എത്തി നോക്കി. ചാക്കിനുള്ളിൽ ഒരു പുള്ളിമാന്റെ ജഡം. അയാൾ തിരിഞ്ഞു. കൊള്ളാം. MLA മകന് ഫോറസ്റ്റ് ഓഫീസറുടെ മകളും എത്ര കാലം അകത്ത് കിടക്കുമെന്ന് ചെകുത്താന് പോലും പ്രവചിക്കാനാവില്ല. പിന്നെ കൂട്ടുകാരും. കാരണവർ ചിരിച്ചു. വിവേകും ടെസ്സിയും വിളറിപ്പോയി. അയാൾ പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാം. വിവേക് പെട്ടെന്ന് പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ആർക്കോ അവൻ കോൾ ചെയ്യാൻ ഭാവിച്ചതും കാരണവർ അത് തട്ടിപ്പറിച്ചു. അങ്ങനെ നീ ഇപ്പം ആരെയും വിളിച്ച് ഉണ്ടാക്കണ്ട. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അയാൾ തന്റെ കയ്യിൽ വെച്ചു. തുടർന്ന് അടിവസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരെ നോക്കി. തുണിയെടുത്തുകൊണ്ട് വന്ന് വണ്ടിയിൽ കയറടാ. കേട്ടതും അവർ അപ്രകാരം ചെയ്തു. ഇനി നിങ്ങളും കയറിക്കോ. കാരണവർ വിവേകിനോടും ടെസ്സിയോടുമായി പറഞ്ഞു. സാർ, എനിക്ക് അച്ഛനെ ഒന്ന് വിളിക്കണം, വിവേക് അറിയിച്ചു. അറിയിക്കേണ്ടവരെ സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ അറിയിച്ചോളാം. അതിനു മുമ്പ് കുറെ നടപടിക്രമങ്ങളുണ്ടല്ലോ. കേസെടുക്കണം. മാനിനെ എവിടെ വെച്ച് എങ്ങനെ പിടിച്ചു എന്നറിയണം. നിങ്ങളെ കോടതിയിൽ ഹാജരാക്കണം. റിമാൻഡ് ചെയ്യുകയോ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിക്കുകയോ വേണം. കാരണവരുടെ മുഖഭാവത്തിൽ നിന്ന് അയാൾ ഒന്നിനും മടിക്കില്ലെന്ന് വിവേകിന് തോന്നി. സണ്ണി. കാരണവർ വിളിച്ചു. സാർ, ഈ വണ്ടി ഇനി താനോടിച്ചാൽ മതി. നമ്മുടെ ജീപ്പ് ഞാൻ എടുത്തോളാം. പിന്നെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ മടങ്ങിയെത്തുമ്പോഴേക്കും മീഡിയക്കാർ അവിടെ ഉണ്ടാവണം. അയാൾ സണ്ണിയെ നോക്കി കണ്ണിറുക്കി. ശരി സാർ, ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. സണ്ണിമോൻ ഫോണെടുത്തു. പെട്ടെന്ന് വിവേക് കാരണവരുടെ കാൽക്കൽ ഇരുന്നു. സാർ, രക്ഷിക്കണം. സാർ എന്തു ചോദിച്ചാലും എന്റെ അച്ഛൻ തരും. ഉള്ളിൽ ചിരി വന്നെങ്കിലും കാരണവർ അത് പുറത്തു കാണിച്ചില്ല. എന്തു തരുമെന്ന്? നീയൊക്കെ കൊന്ന മാനിന്റെ പ്രാണൻ തിരിച്ചു തരുമോ നിന്റെ അച്ഛൻ? വിവേകിന് മറുപടിയില്ല. ആദ്യം ജീപ്പിൽ കയറടാ, ബാക്കിയൊക്കെ ഞാൻ തീരുമാനിക്കും. സർ പ്ലീസ്, മീഡിയ ഇതറിയരുത്. ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ബൈ നിന്റെ അച്ഛൻ നാട്ടിലുണ്ടോ? ഉണ്ട് സാർ. കാരണവർ കേശവ് അമർത്തിമോളി. ആ വണ്ടിയിൽ കയറ്. വിവേകും ടെസ്സിയും കയറി. അപ്പോൾ സണ്ണിമോന്റെ കാതിൽ റേഞ്ചർ മന്ത്രിച്ചു. വണ്ടി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിട്ടാൽ മതി സാർ. അയാൾ ഥാർ ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിൽ കയറി. കാരണവർ കേശവ് ഫോറസ്റ്റ് ജീപ്പിലും. വണ്ടി പിന്നോട്ടെടുത്ത് തിരിച്ച് കാരണവർ മുന്നിൽ പോയി. പിന്നാലെ സണ്ണിമോനും ജീപ്പ് വിട്ടു. കാരണവർ കേശവും സണ്ണിമോനും തന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ സൂര്യകാന്തി ഫോണെടുത്ത് മറയൂരെ ജീപ്പ് ഡ്രൈവർ രാമസ്വാമിയെ വിളിച്ചു. 4-5 തവണ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഫോണെടുത്തു. എന്താ കാന്തി? കാരണവരും സണ്ണിമോനും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം അവൾ അവനോട് പറഞ്ഞു. ഇക്കാര്യം കൂടി പോലീസിനെ അറിയിച്ചാലോ എന്ന് ആലോചിക്കാനാ ഞാൻ വിളിച്ചത്. വേണം കാന്തി, തീർച്ചയായും വേണം. നമ്മുടെ കേസിന് കൂടുതൽ ബലമാകും. എന്തായാലും കേസ് പിൻവലിക്കത്തില്ലെന്ന് നീ പറഞ്ഞല്ലോ, നന്നായി. സംഗതി അപകടമാണെന്ന് മനസ്സിലായത് കൊണ്ടാ അവൻ അങ്ങോട്ട് വന്നത്. രമ്യതയുടെ ഭാഷ കൊണ്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാ ഭീഷണിപ്പെടുത്തിയത്. നീ നാളെ ചന്തയിൽ വരുമ്പോൾ പരാതി കൊടുക്കാം. പിന്നെ അവരുടെ ഭീഷണി കേട്ട് നീ ഭയക്കണ്ട കേട്ടോ. ശിവേട്ടനോടും പറഞ്ഞേര്. ശരി. കോൾ കട്ട് ചെയ്തിട്ട് സൂര്യകാന്തി അടുക്കളയിൽ കയറി. ഒന്നും ചെയ്യാനുള്ള മനസ്സുണ്ടായില്ല അവൾക്ക്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വാർട്ടേഴ്സ്. ഫോറസ്റ്റ് ജീപ്പും ഥാറും അവിടെ കിടപ്പുണ്ട്. അടുത്ത നിമിഷം ഫോറസ്റ്റിന്റെ ഒരു ബൊലേറയും തൊട്ടു പിന്നാലെ MLA എന്ന ബോർഡ് വെച്ച വെളുത്ത സ്കോഡ കാറും അവിടേക്ക് വെട്ടിത്തിരിഞ്ഞു കയറി ബ്രേക്കിട്ടു. ബൊലേറയിൽ നിന്ന് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ രാഹുൽ രാജും സ്കോഡയിൽ നിന്ന് MLA ശിവശങ്കറും തിടുക്കത്തിൽ ഇറങ്ങി. ഇരുവരും പരസ്പരം ഒന്ന് നോക്കിയെങ്കിലും മിണ്ടിയില്ല. രണ്ടുപേരും സിറ്റൗട്ടിൽ കയറി. അടുത്ത നിമിഷം വാതിൽക്കൽ സണ്ണിമോൻ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആർക്കെന്നില്ലാതെ ഒരു സല്യൂട്ട് നൽകി. അകത്തേക്ക് വരണം സാർ. ആ പറഞ്ഞതും രണ്ടുപേരോടുമായിട്ട് രാഹുൽ രാജ് സണ്ണിമോനെ തുറച്ചു നോക്കി. സണ്ണിമോന്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി മിന്നിപ്പൊലിഞ്ഞു. അകത്തെ ഹാളിലുണ്ടായിരുന്ന റേഞ്ചർ കാരണവർ കേശവ് സുപ്പീരിയർ ഓഫീസറെയും MLAയും കണ്ട് എഴുന്നേറ്റു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഇരുവരും ഒന്ന് മോളി. ശേഷം ചുറ്റും നോക്കി. ഒരു ഭാഗത്ത് വിവേകും സുഹൃത്തുക്കളും മറുഭാഗത്ത് ടെസ്സിയും നിൽക്കുന്നു. ഡാഡി.
രാഹുൽ രാജിനെ കണ്ടതും ടെസി വിലപിച്ചുകൊണ്ട് ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. ഐ ആം സോറി ഡാഡി. ഒന്നും മിണ്ടാതെ രാഹുൽ രാജ് മകളുടെ തോളിൽ ഒന്ന് തട്ടിയിട്ട് അവളെ അകറ്റി നിർത്തി. ശിവശങ്കറെ കണ്ടതോടെ വിവേകിനും സുഹൃത്തുക്കൾക്കും പകുതി ആശ്വാസമായി. മകനോടൊന്നും ചോദിച്ചില്ല ശിവശങ്കർ. അയാൾ കാരണവർക്ക് നേരെ തിരിഞ്ഞു. ഫോണിൽ പറഞ്ഞതിനപ്പുറം തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? നോ സാർ. എല്ലാ കാര്യങ്ങളും കൃത്യമായി എന്റെ ഫോണിലുണ്ട്. വേണമെങ്കിൽ ടിവിയിൽ കണക്ട് ചെയ്ത് കാണിക്കാം, കാരണവർ പറഞ്ഞു. വേണ്ട. മറുപടി നൽകിയത് രാഹുൽ രാജാണ്. കുട്ടികൾ ചെയ്തത് തെറ്റ് തന്നെയാ. അവരെ താൻ ഇവിടേക്ക് കൊണ്ടുപോന്നതും നന്നായി. പറയൂ, തന്റെ ഡിസിഷൻ എന്താണ്? കാരണവർ വാതിൽക്കൽ നിൽക്കുന്ന സണ്ണിമോനെ നോക്കിയിട്ട് ചുമൽ കൂച്ചി ഒന്ന് മന്ദഹസിച്ചു. അങ്ങനെ എനിക്ക് മാത്രമായി എന്ത് ഡിസിഷൻ സാർ? സാറിന്റെ മകൾ കുറെ ചെറുപ്പക്കാരുമായി കറങ്ങാൻ പോയ കേസ് ഞാൻ വിട്ടു. അവർ എന്തൊക്കെ ചെയ്താലും എനിക്കൊന്നുമില്ല. ബട്ട് സാർ, മാൻവേട്ട, അത് നിയമത്തിന്റെ വഴിയെ വിട്ടേ പറ്റൂ. യു മീൻ? കവിളടക്കം അടിയേറ്റതുപോലെ പതറിപ്പോയി രാഹുൽ രാജും MLAയും. ഈ പറഞ്ഞതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചിന്തിക്കാതെയാണോ താൻ? MLA പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല കാരണവർ കേശവ്. എല്ലാ വഴിയും ആലോചിച്ചിട്ട് തന്നെയാ സാർ ഞാൻ പറഞ്ഞത്. ഒരു മൃഗത്തെ, പ്രത്യേകിച്ച് മാനിനെ, വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അത് കണ്ണടയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ സമ്മതിക്കില്ല. കാരണവരുടെ പോക്ക് ഏതു വഴിക്കാണെന്ന് കേട്ടുനിന്ന സണ്ണിമോന് പിടികിട്ടിയില്ല. തന്റെ സബോർഡിനേറ്റ്സിന് മുന്നിൽ താൻ കടുകമണിയോളം ചെറുതാകുന്നതായി രാഹുൽ രാജിന് തോന്നി. പക്ഷേ ഇവിടെ താണു കൊടുക്കുന്നതാണ് ഉചിതമെന്ന് അയാൾ ഊഹിച്ചു. മിസ്റ്റർ കാരണവർ, രാഹുൽ രാജ് ശാന്തനായി പറഞ്ഞു. നിയമം തനിക്കും എനിക്കും അറിയാം. പക്ഷേ കുട്ടികളുടെ ഭാവി? അവർ മാനിനെ വേട്ടയാടിയിട്ടില്ലല്ലോ. കാരണവർ തലകുടഞ്ഞു. മറ്റുള്ളവരുടെ കുട്ടികളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല സാർ. പിന്നെ കുട്ടികൾ വേട്ടയാടിയിട്ടില്ലെങ്കിൽ പോലും തൊണ്ടി മുതൽ കിട്ടിയത് അവരിൽ നിന്നാ. അതുകൊണ്ട് ഫോറസ്റ്റ് ആക്ടിന്റെ പരിരക്ഷ അവർക്ക് കിട്ടില്ല. ചെയ്യുന്നത് കുറ്റമാണെന്ന് അറിയാതിരിക്കാൻ ഇവരാരും നഴ്സറി സ്റ്റുഡന്റ് അല്ലല്ലോ. ആരെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 1 കിലോ കാട്ടിറച്ചി വാങ്ങിക്കൊണ്ടുവന്ന് പാകം ചെയ്താൽ പോലും നമ്മൾ ചെന്ന് പാത്രം ഉൾപ്പെടെ പിടിച്ചെടുത്ത് ആളിനെ കസ്റ്റഡിയിലെടുക്കാറില്ലേ? കോടതി അവരെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു. കാരണവർ ഒന്ന് നിർത്തി. ഹാളിനുള്ളിൽ നിശബ്ദത നിറഞ്ഞു. അതിലേക്ക് വീണ്ടും കാരണവരുടെ ശബ്ദം ചിതറി വീണു. ഇവിടെ ഇവർ വേട്ടയാടിയിട്ടില്ലെങ്കിൽ വേട്ടയാടിയതാര്, എങ്ങനെയെന്നൊക്കെ ഇവർ പറഞ്ഞു തരട്ടെ. അവരെയും നമ്മൾ ഇവർക്കൊപ്പം പ്രതി ചേർത്താൽ പോരെ? എന്തായാലും ഒരു പുള്ളിമാൻ സ്വയം മരിച്ച് ചാക്കിൽ കയറി ഇവരുടെ വണ്ടിയിൽ വന്നിരിക്കില്ലല്ലോ. എല്ലാത്തിനും ക്ലിയർ എവിഡൻസ് ഉണ്ട് സാർ. കേസ് ചാർജ് ചെയ്ത് ഇവരെ കോടതിയിൽ ഹാജരാക്കും മുമ്പ് നിങ്ങൾ രണ്ടാളെയും ഇതൊക്കെയൊന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു എനിക്ക്. അതുകൊണ്ടാ വിളിച്ചു വരുത്തിയത്. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് മക്കളോട് വേണമെങ്കിൽ ചോദിക്കാം. അതിനുശേഷം വേണം മീഡിയക്കാരെ വിളിച്ച് ജീപ്പിനുള്ളിൽ കിടക്കുന്ന മാനിന്റെ ജഡവും ഈ കേസിലെ പ്രതികളെയും കാണിക്കാൻ. ഡാഡി, ഉച്ചത്തിൽ നിലവിളിച്ചു പോയി ടെസി. വിവേകും വിളറി വെളുത്ത് നിസ്സഹായതയോടെ അച്ഛനെ നോക്കി. ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ അച്ഛാ. എന്തോ തീരുമാനിച്ച മട്ടിൽ MLA ശിവശങ്കർ റേഞ്ചർ കാരണവർ കേശവന് നേരെ തിരിഞ്ഞു. നിങ്ങൾ സത്യവാനല്ലെന്ന് എനിക്കറിയാം മിസ്റ്റർ കാരണവർ. അതുകൊണ്ട് തുറന്നു ചോദിക്കുകയാ. ഞങ്ങളുടെ കുട്ടികളെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? തനിക്ക് എന്തും ചോദിക്കാം, പക്ഷേ പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഉറച്ചതായിരുന്നു ശിവശങ്കറുടെ ശബ്ദം. കാരണവർ കേശവ് പ്രതീക്ഷിച്ചതും ഇങ്ങനെയൊരു ചോദ്യമായിരുന്നു. അയാളുടെ മറുപടിക്കായി മറ്റുള്ളവർ കാതോർത്തു. അധ്യായം 7. ഗൗരവമായി ചിന്തിക്കുന്നത് പോലെ അഭിനയിച്ച് റേഞ്ചർ കാരണവർ കേശവ് മുറിയിലൂടെ 2-3 ചാൽ നടന്നു. സ്വയം സംസാരിക്കുന്നത് കണക്കെ അയാൾ ഇടയ്ക്കിടെ ശിരസ് ഇടം വലം വെട്ടിച്ചു. MLA ശിവശങ്കറും DFO രാഹുൽ രാജും കൂടുതൽ അസ്വസ്ഥരായി. കാരണവർ? രാഹുൽ രാജ് പൂർത്തിയാക്കും മുമ്പ് കാരണവർ പറഞ്ഞു. ഇല്ല സാർ, ശിവശങ്കർ സാർ പറഞ്ഞത് ശരിയാവില്ല. ഇത് കേസാക്കാതെ വിടാൻ പറ്റില്ല എനിക്ക്. ഉള്ളിൽ തിളയ്ക്കുന്ന കോപതാപങ്ങൾ ശിവശങ്കർ കടിച്ചു പിടിച്ചു. യെസ് സാർ, ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നാൽ ഞാനും കുടുങ്ങും. വേണ്ട സാർ, ഒരു പണിഷ്മെന്റ് വാങ്ങി ഇങ്ങോട്ട് വന്ന എനിക്ക് ഒന്നുകൂടി വാങ്ങാൻ താല്പര്യമില്ല. വാതിൽക്കൽ നിന്നിരുന്ന സണ്ണിമോന്റെ മുഖത്തെ വെളിച്ചവും മങ്ങി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാരണവർ സാർ ഹരിചന്ദ്രനാകാൻ ഭാവിക്കുകയാണോ? അപ്പോൾ MLAയുടെ ശബ്ദം വീണ്ടും കേട്ടു. തനിക്ക് കുഴപ്പമുണ്ടാകണമെങ്കിൽ ഈ വാർത്ത ലീക്ക് ചെയ്യണ്ടേ? നമ്മൾ ഇത്രയും പേരല്ലാതെ മറ്റാരും ഇതറിയില്ലല്ലോ.
ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് തനിക്ക് ഊഹിക്കാം. കാരണം അങ്ങനെ ചെയ്താൽ ഞങ്ങളും കുടുങ്ങില്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ കാരണവർ സമ്മതിച്ചു. എടോ പ്ലീസ്. പെട്ടെന്ന് രാഹുൽ രാജും ഇടയ്ക്ക് കയറി. എന്റെ സർവീസ് ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ ആരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എങ്കിലും എനിക്കുള്ളതെല്ലാം ഞാൻ തന്റെ മുന്നിൽ വയ്ക്കാം. അങ്ങനെയെങ്കിലും എനിക്കെന്റെ മോളെ രക്ഷപ്പെടുത്തണം. താൻ സഹകരിച്ചേ പറ്റൂ. രാഹുൽ രാജ് മുന്നോട്ട് ചുവടുവെച്ച് കാരണവർ കേശവന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. പറ, തനിക്കെന്ത് തരണം? കാരണവർ ഒന്നയഞ്ഞു. ശരി, വേണ്ടതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം കുട്ടികളെ കൊണ്ടുപോയിക്കോ. ശിവശങ്കർക്കും രാഹുൽ രാജിനും ശ്വാസം നേരെയായത് അപ്പോഴാണ്. ശിവശങ്കർ സാർ, രാത്രിയിൽ നമുക്ക് കാണാം. ഞാനും സണ്ണിയും സാറിന്റെ വീട്ടിലേക്ക് വരാം. അയാൾ DFOയ്ക്ക് നേരെ തിരിഞ്ഞു. സാറുമുണ്ടാവണം അവിടെ. ഓക്കെ, രാഹുൽ രാജ് സമ്മതിച്ചു. എല്ലാവരും പുറത്തേക്ക് നടക്കുമ്പോൾ കാരണവരുടെ ശബ്ദം പിന്തുടർന്നെത്തി. ശിവശങ്കർ സാർ. അയാൾ നിന്നു. പിന്നെ തോളിന് മുകളിലൂടെ തലതിരിച്ചു നോക്കി. ആ മാനിനെ കൂടി കൊണ്ടുപോയ്ക്കോ. വൈകിട്ട് നമുക്കതിനെ ഒന്ന് രുചിച്ചു നോക്കാം. ഏതായാലും വേട്ടയാടി പിടിച്ചതല്ലേ? ഷുവർ. ശിവശങ്കർ സന്തോഷത്തോടെ സമ്മതിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞ് സണ്ണിമോൻ കാരണവരോട് പരിഭവിച്ചു. രാഹുൽ സാറിനെ കൊണ്ടോ MLA കൊണ്ടോ എന്റെ കാര്യം ആ CAയോട് പറയിക്കുമെന്ന് കരുതി. കാരണവർ ചിരിച്ചു. എല്ലാത്തിനും സമയമുണ്ട് സണ്ണി. ഹാ, നീ അകത്തെ അലമാരയിലിരിക്കുന്ന കുപ്പിയെടുത്ത് 2 പെഗ്ഗിങ് കൊണ്ടുവാ. സണ്ണിമോൻ അപ്രകാരം ചെയ്തു. മദ്യം നുണയുന്നതിനിടയിൽ കാരണവരോട് സണ്ണിമോൻ തിരക്കി. എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ അവര് പറഞ്ഞിട്ട് സാറെന്താ ചോദിക്കാഞ്ഞത്? അതോ? അയാൾ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. എടോ, കൂടി വന്നാൽ അവർ 10ഓ 15ഓ തരും. അതോടെ തീർന്നു. അങ്ങനെ തീർന്നാൽ എന്താ ഒരു രസം? താൻ ഇന്ന് രാത്രിയിൽ നോക്കിക്കോ ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എനിക്കൊരു ദുശീലമുണ്ട്. എവിടെ ജോലി ചെയ്താലും അവിടുത്തെ രാജാവാകണം. ഞാൻ പറയുന്നത് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും അനുസരിക്കണം. താനതൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ, താനും 2 പിടിപ്പിക്ക്. ഇന്നിനി ഓഫീസിൽ പോകണ്ട, കാരണവർ പറഞ്ഞു. സണ്ണിമോന് സന്തോഷമായി. അയാൾ അടുത്ത മുറിയിലേക്ക് നടന്നു. സമയം രാത്രി 9 മണി. റേഞ്ചർ കാരണവർ കേശവിന്റെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു സണ്ണിമോൻ. ഇടയ്ക്കിടെ അയാൾ സെൽഫോൺ എടുത്ത് സമയം നോക്കുകയും ചോദ്യഭാവത്തിൽ കാരണവർക്ക് നേരെ കണ്ണയക്കുകയും ചെയ്തു. പോകണ്ടേ സാർ? പോകാമെടോ. തനിക്കെന്താ ഇത്ര പെടപ്പ്? കാരണവർ ചിരിച്ചു. സണ്ണിമോൻ അതിന് മറുപടി നൽകിയില്ല. അടുത്ത നിമിഷം കാരണവരുടെ ഫോൺ ഇരമ്പി. അയാൾ അതെടുത്ത് ഡിസ്പ്ലേയിൽ നോക്കിയ ശേഷം കാതിലമർത്തി. യെസ്, ഞാനാ കാരണവരെ, ശിവശങ്കർ. MLAയുടെ ശബ്ദം അയാൾ കേട്ടു. ഇവിടെ എല്ലാം റെഡിയാ. രാഹുൽ രാജും എത്തിയിട്ടുണ്ട്. താൻ പുറപ്പെട്ടോ? ഇപ്പോൾ ഇറങ്ങും. ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. ഓക്കെ. കാരണവർ കോൾ കട്ട് ചെയ്തിട്ട് സണ്ണിമോന്റെ നേർക്ക് തിരിഞ്ഞു. നമ്മളല്ല, അവരാ ഇവിടെ ആവശ്യക്കാർ. അങ്ങനെയുള്ളവർ നമുക്കായി കാത്തിരിക്കണം. എങ്കിലേ നമുക്ക് വിലയുണ്ടാകൂ. സാറ് കാഞ്ഞ പുള്ളി തന്നെ. സണ്ണിമോൻ സമ്മതിച്ചു. എങ്കിൽ പോയേക്കാം. ഇരുവരും ഇറങ്ങി. കാരണവർ ക്വാർട്ടേഴ്സ് പൂട്ടി താക്കോൽ പാൻസിന്റെ പോക്കറ്റിലിട്ടു. MLA ശിവശങ്കറുടെ വീട്ടിലേക്കുള്ള യാത്ര. റോഡരികിൽ ഇരുവശത്തുമായി നിൽക്കുന്ന ചന്ദനമരങ്ങൾ മുള്ളുവേലിക്കമ്പികൾ ചുറ്റി പൊതിഞ്ഞിരിക്കുന്നു. കള്ളന്മാർ മുറിച്ച് കടത്താതിരിക്കാനാണത്. കാരണവർ ഇരുഭാഗത്തുമുള്ള ചന്ദനക്കാട്ടിലേക്ക് നോക്കിയിരുന്നു. എത്ര കോടിയുടെ മരങ്ങളാണ് നിൽക്കുന്നത്! ഇന്ത്യയിൽ മറയൂർ ചന്ദനത്തിന്റെ അത്രയും ഡിമാൻഡ് മറ്റൊരിടത്തും ഇല്ലെന്ന് അയാൾ ഓർത്തു. 14 മിനിറ്റ് കൊണ്ട് അവർ ശിവശങ്കറിന്റെ ഗേറ്റിലെത്തി. കാത്തുനിന്ന പോലെ വാച്ചർ ഗേറ്റ് തുറന്നു കൊടുത്തു. ഡ്രൈവ് വേയിലൂടെ ജീപ്പ് രാഹുൽ രാജ് വന്ന ബൊലേറയ്ക്ക് പിന്നിലെത്തി ബ്രേക്കിട്ടു. കാരണവരും സണ്ണിമോനും ഇറങ്ങിയതും സിറ്റൗട്ടിൽ MLA ശിവശങ്കർ പ്രത്യക്ഷപ്പെട്ടു. വരണം വരണം. അയാൾ ഇരുവരെയും സ്വീകരിച്ചു. അവർ അകത്തെത്തിയപ്പോൾ കുനിഞ്ഞ ശിരസോടെ ഇരിപ്പുണ്ട് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ രാഹുൽ രാജ്. അയാൾക്ക് തന്റെ ഈ നടപടി ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് കാരണവർ മനസ്സിലാക്കി. സാറ് വന്നിട്ട് കുറെ നേരമായോ? അയാൾ കുശലം ചോദിച്ചു. ആ, രാഹുൽ രാജ് മുഖമുയർത്തി. ഏകദേശം അരമണിക്കൂർ. ഇരിക്കൂ. ശിവശങ്കർ വില കൂടിയ സെറ്റിയിലേക്ക് കൈ ചൂണ്ടി. താങ്ക് യു സാർ. കാരണവർ ഇരുന്നു. പക്ഷേ സണ്ണിമോൻ പരുങ്ങി നിന്നു. താൻ ഇരിക്കടോ. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാ. കാരണവർ അയാളുടെ നേരെ ഒരാംഗ്യം കാണിച്ചു. ഒന്നുകൂടി മടിച്ചിട്ടാണെങ്കിലും സണ്ണിമോനും ഇരുന്നു. വെറുതെ കുറച്ചു നേരം കുശല പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ശിവശങ്കർ പറഞ്ഞു. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. ശരി, വിവേക് എന്തിയെ? കാരണവർ തിരക്കി. ഇവിടുണ്ട്. നിങ്ങളുടെ മുന്നിൽ വരാൻ അവനൊരു ചമ്മൽ. ശിവശങ്കർ തിരിഞ്ഞു വിളിച്ചു. വിവേക്. വിളി കേൾക്കാൻ കാത്തുനിന്നതുപോലെ അവൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. എല്ലാം എടുത്തു വെച്ചോന്ന് അമ്മയോട് ചോദിക്ക്. എടുത്തു വെച്ചു. എങ്കിൽ വരൂ.
ശിവശങ്കർ തീൻമുറിയിലേക്ക് നടന്നു. പുറകെ DFOയും കാരണവരും സണ്ണിമോനും പോയി. തീൻമേശ നിറയെ വിഭവങ്ങൾ നിരത്തിയിരുന്നു. ശിവശങ്കറുടെ ഭാര്യ സുനന്ദ അവിടെ കാത്തു നിൽപ്പുണ്ട്. വെളുത്തു തടിച്ച സ്ത്രീ, കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങൾ. അപ്പോഴും അവർ പട്ടുസാരിയാണ് ധരിച്ചിരുന്നത്. എല്ലാവരും ഇരുന്നു. വിവേക് വിളിച്ചുകൊണ്ട് ശിവശങ്കർ മകനെ നോക്കി. അവൻ അലമാര തുറന്ന് കോണിയാക്കിന്റെ ഒരു ഫുൾ ബോട്ടിൽ പുറത്തെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അവൻ തന്നെ അത് 4 ഗ്ലാസുകളിലേക്ക് പകർന്നു. എനിക്ക് വേണ്ട, പെട്ടെന്ന് രാഹുൽ രാജ് അറിയിച്ചു. അതെന്താ രാഹുലെ അങ്ങനെ? കമ്പനിക്ക് വേണ്ടിയെങ്കിലും ഒരു പെഗ് കഴിക്ക്, MLA നിർദ്ദേശിച്ചു. പിന്നെ എതിർത്തില്ല ഫോറസ്റ്റ് ഓഫീസർ. എല്ലാവരും ഗ്ലാസ് ഉയർത്തി. ഇത് നമ്മുടെ കൂട്ടായ്മയുടെ തുടക്കമാവട്ടെ. ശിവശങ്കർ ആശീർവദിച്ചു. കാരണവർ ഒറ്റവലിക്ക് ഗ്ലാസ് തീർത്തു. പിന്നെ മാനിറച്ചി വറുത്തത് ഒരു കഷണമെടുത്ത് വായിലിട്ടു. ആരാണിതിന്റെ പ്രിപ്പറേഷൻ? മേഡമാണോ? അയാൾ സുനന്ദയ്ക്ക് നേരെ തിരിഞ്ഞു. ചിരിച്ചുകൊണ്ട് അവർ തലയാട്ടി. എന്റെ വൈഫ് നല്ലൊന്നാന്തരം കുക്കാണ് കേട്ടോ. ശിവശങ്കർ ഭാര്യയെ പ്രശംസിച്ചു. അവൾക്ക് പിന്നെ ഇഷ്ടമല്ലാത്തത് ഒന്നേയുള്ളൂ, പൊളിറ്റിക്സ്. രാഹുൽ രാജ് ഒഴികെയുള്ളവരെല്ലാം അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഗ്ലാസുകൾ വീണ്ടും നിറയുകയും ഒഴിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാഹുൽ രാജ് അല്ലാത്ത എല്ലാവരും നല്ല ഫോമിലായി. ഭക്ഷണശേഷം വീണ്ടും അവർ സിറ്റിംഗ് റൂമിൽ ഒത്തുകൂടി. സമയം അപ്പോൾ 11:30 കഴിഞ്ഞിരുന്നു. രാഹുൽ രാജ് വാച്ച് നോക്കിയിട്ട് ഒന്നിളകിയിരുന്നു. കാരണവർ അത് ശ്രദ്ധിച്ചു. സാറിന് പോകാൻ തിടുക്കം കാണും. ഇതാ കുടുംബത്തെ ജോലിസ്ഥലത്ത് കൊണ്ടുവന്നാലുള്ള കുഴപ്പം. പറഞ്ഞിട്ട് അയാൾ സ്വയം ചിരിച്ചു. MLA ശിവശങ്കർ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടന്നു. കാരണവരുടെ ക്വാർട്ടേഴ്സിൽ വെച്ച് നമ്മൾ സംസാരിച്ചതിന്റെ ബാക്കി ഇവിടെ തീരുമാനിക്കാം. പറയൂ, ഞങ്ങളെന്ത് ചെയ്യണം? താൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അയാൾ കാരണവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എനിക്ക് വേണ്ടത് ഞാൻ പിന്നീട് ചോദിച്ചോളാം. തൽക്കാലം അത് വിട്. പിന്നെ എന്റെ ഫോണിലുള്ള സീനുകൾ ഡിലീറ്റ് ചെയ്യാൻ മാത്രം പറയരുത്. ആ വാചകത്തിൽ രാഹുൽ രാജിനും ശിവശങ്കർക്കും അപകടം മണത്തു. കുട്ടികളുടെ ചിത്രങ്ങൾ, ചത്ത മാനിന്റെ പടം, വാഹനം, ഇതൊക്കെ കാരണവരുടെ കൈവശമുണ്ട്. അതുള്ളിടത്തോളം കാലം തങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അവ വെച്ചുകൊണ്ട് ഇയാൾ തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്നിരിക്കും. അതല്ല കാരണവരെ, രാഹുൽ രാജ് പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ഡീൽ ഉറപ്പിക്കുന്നതല്ലേ നല്ലത്. ഇരു കൂട്ടർക്കും കേടില്ലാത്ത ഒരു ഡീൽ. അത് ശരിയാവില്ല എന്ന ഭാവത്തിൽ കാരണവർ കേശവ് തലകുടഞ്ഞു. ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ. അതുകൊണ്ട് കാട് കയറി ചിന്തിക്കേണ്ടതില്ല. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരണം. അറിഞ്ഞു കാണും, ഈ സണ്ണിമോന്റെ പേരിൽ ഒരു കേസുണ്ട്. മറയൂർ ചന്തയിലെ ഇറച്ചി വെട്ടുകാരി പെണ്ണ് കൊടുത്തതാ. അത് പ്രൊസീഡ് ചെയ്യരുതെന്ന് CI സത്യനാഥിനെ വിളിച്ചൊന്ന് പറയണം. അങ്ങനെ ചെയ്യാം. ശിവശങ്കർ സമ്മതിച്ചു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഇരുവരും പുറത്തേക്ക് നടന്നു. ശിവശങ്കർ അവരെ അനുഗമിച്ച് വാതിൽക്കൽ എത്തിയതും കാരണവർ നിന്നു. പിന്നെ പെട്ടെന്നോർത്തതുപോലെ ശിവശങ്കറോട് തിരക്കി. കാന്തല്ലൂരിൽ സാറിന് തടിയിൽ കരകൗശല വസ്തുക്കളുണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട് അല്ലേ? ശിരസിൽ കമ്പിവടിക്ക് ഒരടിയേറ്റതുപോലെ ശിവശങ്കർ നടുങ്ങി. അത് താനെങ്ങനെ അറിഞ്ഞു? കാരണവർ ചിരി കടിച്ചൊതുക്കി. ഏത് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോഴും അവിടുത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവുമെല്ലാം ഞാൻ പഠിക്കാറുണ്ട്. ഇവിടുത്തേതും പഠിച്ചു. അങ്ങനെ കിട്ടിയതാ. ശിവശങ്കർ വിളറി നിന്നു. ഒന്നും മനസ്സിലാകാതെ രാഹുൽ രാജ് ഇരുവരെയും മാറി മാറി നോക്കി. അപ്പോൾ കാരണവർ തുടർന്നു. ചന്ദനത്തിൽ പ്രതിമ നിർമ്മാണം, അതിന്റെ പുറത്ത് പുൽത്തൈലം ലേപനം ചെയ്ത് ഗ്രാൻഡീസ് മരം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു. കേരള രാഷ്ട്രീയത്തിലെ പല വമ്പന്മാരുടെയും സ്വീകരണമുറിയിൽ അത്തരം വസ്തുക്കൾ സുലഭം. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അവയുടെ എക്സ്പോർട്ടിംഗ്. പകരം ദുബായ് വഴി കേരളത്തിലെത്തുന്ന സ്വർണ്ണക്കട്ടികൾ. ആമൈ കറക്റ്റ് സാർ? നാവനങ്ങിയില്ല MLA ശിവശങ്കർക്ക്. ചിരിച്ചുകൊണ്ട് കാരണവർ വീണ്ടും പറഞ്ഞു. ഞാനിതൊന്നും പുറത്തു പറയില്ല സാർ. കാട്ടിലെ ചന്ദനത്തടികൾ മുഴുവൻ മുറിച്ച് നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാം. ലേലത്തിലൂടെ ഡിപ്പോയിൽ കിടക്കുന്ന ചന്ദനമുട്ടുകൾ മുഴുവൻ നമുക്ക് സ്വന്തമാക്കാം. അത് തമിഴ്നാട്ടിലെ തേനിയിലുള്ള സാറിന്റെ ഫാക്ടറിയിൽ തന്നെ കൊണ്ടുപോയി തൈലമുണ്ടാക്കാം. ശിവശങ്കറെ അടുത്ത നടുക്കം പൊതിഞ്ഞു. തന്നെക്കുറിച്ച് കാരണവർ എല്ലാം അറിഞ്ഞിരിക്കുന്നു, സൂക്ഷിക്കണം. നിമിഷങ്ങൾക്കുള്ളിൽ ശിവശങ്കർ വിയർത്ത് കുളിച്ചു. അയാളുടെ തൊണ്ട വരണ്ടു. കുടിച്ച മദ്യമത്രയും ആവിയായി. കാരണവർ MLAയുടെ തോളിൽ കൈവച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി. ഇതൊക്കെ പറഞ്ഞ് ഞാൻ സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയല്ല. ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടെ ഒരുത്തനും നമ്മളെ ചൊറിയാൻ വരില്ല. ഞാനും താങ്കളും രാഹുൽ സാറും.
ത്രിമൂർത്തികൾ. സ്വപ്നം കാണുന്നതെന്തും നമുക്ക് കൈപ്പിടിയിലൊതുക്കാം. എന്തു പറയുന്നു? ശിവശങ്കർ ദയനീയമായി രാഹുൽ രാജിനു നേർക്ക് കണ്ണയച്ചു. ഞാൻ ഒന്നിനുമില്ല. എന്റെ ഭാഗത്തു നിന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തുമില്ല. രാഹുൽ രാജ് ഒഴിഞ്ഞു. എങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ ശിവശങ്കർ സാർ, ഈ MLA കുപ്പായമൊക്കെ എത്ര കാലം കാണുമെന്ന? അത് ഊരിക്കളയേണ്ടി വന്നാലും ഒരുത്തരും തൊടാൻ പറ്റാത്ത ഉയരത്തിലെത്തിയിരിക്കണം. കാരണവർ ഒരു നിമിഷം നിർത്തിയിട്ട് തുടർന്നു. എനിക്ക് കൂടുതലൊന്നും തരണ്ട സാർ. ഇന്നു മുതൽ ഈ പറഞ്ഞ ബിസിനസിന്റെ 50% ലാഭം. സാധനങ്ങൾ എത്തേണ്ടിടത്ത് എത്തിക്കാൻ ഞാൻ കൂടി സഹായിക്കാം. മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ കാരണവർ ചെന്ന് ജീപ്പിൽ കയറി. തൊട്ടു പിന്നാലെ ഡ്രൈവർ സണ്ണിമോനും ചെന്നു. ജീപ്പ് റിവേഴ്സിൽ തിരിഞ്ഞുപോയി. അപ്പോഴും ചലനമറ്റ് നിൽക്കുകയായിരുന്നു ശിവശങ്കർ. എടുത്ത് മടിയിൽ വെച്ചത് മൂർഖൻ പാമ്പിനെയാണെന്ന് അയാൾക്ക് ബോധ്യമായി. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചന്ദനമരങ്ങൾക്കിടയിലൂടെ ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ സണ്ണിമോൻ കാരണവരോട് പറഞ്ഞു, സാറ് വെറും പുലിയല്ല, പുപ്പുലിയാ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര നൈസായിട്ടാ MLAയോട് കാര്യം അവതരിപ്പിച്ചത്. കാരണവർ കേശവ് ഒന്ന് മോളി. സണ്ണിമോനെ, നമ്മുടെ ഓഫീസിൽ പലർക്കും എന്നെ ഇഷ്ടമല്ലെന്ന് ഏതാനും ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. കളി കാണാനിരിക്കുന്നതേയുള്ളൂ. അവന്മാരെയൊക്കെ ഞാനെന്റെ കാൽക്കീഴിൽ വരുത്തും. ഞാൻ പറയാതെ അവന്മാരൊന്നും പിന്നെ അനങ്ങത്തില്ല. ആ രംഗം ഭാവനയിൽ കാണുന്ന മട്ടിൽ സണ്ണിമോൻ ജീപ്പിന്റെ സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ചു. പിറ്റേന്ന് ചന്ത പിരിഞ്ഞതിന് ശേഷം സൂര്യകാന്തിയും പരമശിവയും രാമസ്വാമിയുടെ ജീപ്പിൽ പോലീസ് സ്റ്റേഷനിലെത്തി. റേഞ്ചറും ഡ്രൈവറും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ വിവരം വിശദമായി പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. വളരെ നേരം കാത്തുനിന്ന ശേഷമാണ് അവർക്ക് CI സത്യനാഥിനെ കാണാൻ അവസരം കിട്ടിയത്. എന്താ? സത്യനാഥ് ഗൗരവത്തിൽ സൂര്യകാന്തിയെ നോക്കി. അവൾ പരാതി അയാൾക്ക് നൽകി. സത്യനാഥ് അതൊന്ന് ഓടിച്ചു നോക്കി. പിന്നെ മുഖമുയർത്തി. ഇക്കണക്കിന് പോയാൽ നിങ്ങൾക്ക് മാത്രമായി ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടിവരുമെന്ന് തോന്നുന്നല്ലോ. സൂര്യകാന്തിയുടെ പുരികക്കൊടികൾ വളഞ്ഞു. ഇന്നലെ കണ്ട CI അല്ല ഇന്നെന്ന് അവൾക്ക് തോന്നി. സാർ, അവൾ ഭവ്യതയോടെ അറിയിച്ചു. ഞങ്ങളുടെ പരാതികൾ ഇവിടെയല്ലാതെ മറ്റെവിടെ പറയും? പുച്ഛഭാവത്തിൽ സത്യനാഥ് ചിരിച്ചു. നിങ്ങൾക്ക് MLAയേക്കാൾ പിടിപാടുള്ള ആരെയെങ്കിലും അറിയാമോ? ഇല്ല സാർ. ഇല്ലെങ്കിൽ കണ്ടെത്തണം. അവരെ കൊണ്ട് ഈ കേസ് കുത്തിപ്പൊക്കിക്കണം. അയാൾ ശബ്ദം താഴ്ത്തി. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. സാർ, മനസ്സിലായില്ല. പറഞ്ഞത് രാമസ്വാമിയാണ്. ഹാഫ് ഡോറിന് പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് സത്യനാഥ് ശ്രദ്ധിച്ചു. പിന്നെ പതുക്കെ അറിയിച്ചു. ഈ വിഷയം പത്രങ്ങളിലും ചാനലുകളിലും വരുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? അതല്ലെങ്കിൽ കാന്തിയെ ആക്രമിച്ച ഫോറസ്റ്റ് ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞ് ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്ക്. എങ്കിലേ എനിക്കിനി പ്രവർത്തിക്കാൻ കഴിയൂ. എവിടെ നിന്നോ CIക്ക് വിലങ്ങ് വീണെന്ന് സൂര്യകാന്തിയും മറ്റും തിരിച്ചറിഞ്ഞു. നിരാശയോടെ അവർ അവിടെ നിന്ന് ഇറങ്ങി. രാമസ്വാമിയുടെ ജീപ്പിലേക്ക് പരമശിവ കയറി. സൂര്യകാന്തി കയറാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർക്കരികിലേക്ക് ഫോറസ്റ്റുകാരുടെ ജീപ്പ് ഇരച്ചു വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ കാരണവർ കേശവ് അവളെ അടിമുടി ഒന്ന് നോക്കി. പിന്നെ മിഠായി നുണയും പോലെ ഒരാംഗ്യം കാണിച്ചു. സൂര്യകാന്തിയുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു. ജീപ്പിന്റെ ഫുഡ് റെസ്റ്റിലേക്ക് വെച്ച കാൽ പിൻവലിച്ച് അവൾ കാരണവർ കേശവിന് നേരെ തിരിഞ്ഞു. 4 കണ്ണുകൾ കൂട്ടിമുട്ടി. അധ്യായം 8. എന്താ സാറേ, പെണ്ണുങ്ങളെ ആദ്യം കാണുന്ന പോലൊരു നോട്ടം? ഒട്ടും പതർച്ച കൂടാതെ സൂര്യകാന്തി റേഞ്ചർ കാരണവർ കേശവിനെ നോക്കി. കാരണവർ കൗതുകം ഭാവിച്ചു. ചിലരെ എത്ര കണ്ടാലും മതിയാവില്ല. ചില പാനീയം എത്ര കുടിച്ചാലും മതിയാവാത്തതുപോലെ ഒരു വഷളൻ ചിരി കാരണവരുടെ മുഖത്ത് മിന്നി. സൂര്യകാന്തിയുടെ മുഖമിരുണ്ടു. സ്വന്തം വീട്ടിലെ ആളുകളെക്കുറിച്ചും ഇതാണോ സാറിന്റെ അഭിപ്രായം? എങ്കിൽ സൂക്ഷിക്കണം. സാറിന്റെ ഇതേ സ്വഭാവമുള്ള വേറെ ആൾക്കാരും നാട്ടിലുണ്ടാവും. അവരും ഇങ്ങനെ നോക്കിപ്പോയാൽ കുറ്റം പറഞ്ഞേക്കല്ലേ? കാരണവരുടെ കണ്ണുകൾ കുറുകി. ഞങ്ങളുടെ പേരിൽ നീ വീണ്ടും പരാതി കൊടുത്തു കാണും അല്ലേ? എന്നിട്ട് CI എന്തു പറഞ്ഞു? ഞങ്ങളെ അകത്താക്കുമോ? ജീപ്പിൽ നിന്നിറങ്ങിയ ഡ്രൈവർ സണ്ണിമോനും ബോണറ്റിനെ വലം വെച്ച് സൂര്യകാന്തിയുടെ മുന്നിലെത്തി. അയാളെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ടാണ് സൂര്യകാന്തി മറുപടി പറഞ്ഞത്. കാർമേഘം എല്ലാ സമയത്തും സൂര്യനെ മറക്കില്ല സാർ. അഥവാ മറച്ചാലും സൂര്യൻ പുറത്തു വരിക തന്നെ ചെയ്യും. എല്ലാ കാലത്തും എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല സാർ. കാരണവർ നീട്ടിമൂളി. എന്തായാലും കുറെ കാലം ഞാനിവിടെയുണ്ടാകും. നമുക്കിനിയും കാണേണ്ടി വരും. ഒരുപാട് പരാതികൾ നിനക്ക് ഈ സ്റ്റേഷനിൽ കൊടുക്കേണ്ടിയും വരും. സൂര്യകാന്തി ഒന്ന് ചുമൽ കൂച്ചി. സാറേ, ജനിച്ചപ്പോൾ മുതൽ
ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണാ ഇത്. ഏത് കുത്തൊഴുക്കിലും കാൽപാദത്തിനടിയിൽ നിന്ന് അതൊഴുകി പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പറഞ്ഞിട്ട് അവൾ ജീപ്പിൽ കയറി. രാമസ്വാമി വണ്ടി മുന്നോട്ടെടുത്തു. ജീപ്പിന്റെ നമ്പർ നോക്കിയിട്ട് കാരണവർ കേശവ് സണ്ണിമോനോട് പറഞ്ഞു, ആ ജീപ്പ് ഡ്രൈവർ അവളുടെ കൈയാണല്ലോ. അവനിട്ട് ഒരു പണി അത്യാവശ്യമാ സാറേ. സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട കേസാ അത്. ഇവിടുത്തെ ഡ്രൈവർമാര് മുഴുവൻ അവന്റെ കൂടെ നിൽക്കും. അവർക്കിടയിൽ നല്ല മതിപ്പാ അവന്. തലയാട്ടിക്കൊണ്ട് കാരണവർ സിഐയുടെ ഓഫീസിന് നേർക്ക് നടന്നു. പിന്നാലെ സണ്ണിമോനും. ചന്തയിൽ മടങ്ങിയെത്തിയ സൂര്യകാന്തി പെട്ടി ഓട്ടോയിൽ കയറാൻ നേരത്ത് ഡ്രൈവർ രാമസ്വാമി അടുത്തു ചെന്നു. ഇന്നത്തെ സംഭവം കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് കരുതണ്ട കാന്തി. ഞാൻ മറ്റു ഡ്രൈവർമാരുമായി ഒന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. സൂര്യകാന്തി മറുപടി പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ അവർ ചന്തയിലെത്തുമ്പോൾ രാമസ്വാമി കാത്തുനിന്നിരുന്നു. ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ചന്ത പിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. അത് കവർ ചെയ്യാൻ മീഡിയക്കാരും ഉണ്ടാവും. ഈ ചന്തയിലെ ഭൂരിഭാഗം കച്ചവടക്കാരും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേട്ട് പരമശിവ ഭയന്നു. പിന്നീട് ഇതൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ രാമസ്വാമി? ഉണ്ടാക്കണമല്ലോ. CA സത്യനാഥ് സാർ പറഞ്ഞതും അതല്ലേ? പരമശിവ നിസ്സഹായതയോടെ സൂര്യകാന്തിയെ നോക്കുക മാത്രം ചെയ്തു. സമയം 11 മണി. തൽക്കാലം ഓട്ടം നിർത്തിയിട്ട് മറയൂരെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ചന്തയിലെ കച്ചവടക്കാരും ഒത്തുകൂടി. ഡ്രൈവർമാരുടെ കൂട്ടത്തിൽ എല്ലാ യൂണിയനുകളിലും പെട്ടവർ ഉണ്ടായിരുന്നു. എതിർപക്ഷത്ത് സണ്ണിമോൻ ആയതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചത്. എല്ലാവർക്കും അയാളോട് വെറുപ്പായിരുന്നു. 11:30-ക്ക് 50ഓളം പേർ വരുന്ന സംഘം പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി. മുൻനിരയിൽ സൂര്യകാന്തിയും പരമശിവയും രാമസ്വാമിയുമായിരുന്നു. പോലീസ് നീതി പാലിക്കുക, കുറ്റവാളിയായ സണ്ണിമോനെ അറസ്റ്റ് ചെയ്യുക, സൂര്യകാന്തിക്ക് നീതി ഉറപ്പാക്കുക. മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടു. പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുന്നിൽ വെച്ച് പോലീസ് ജാഥ തടഞ്ഞു. നിങ്ങൾ പിരിഞ്ഞു പോകണം. SIയുടെ നിർദ്ദേശം ആരും ചെവികൊണ്ടില്ല. അങ്ങനെ പോയാൽ എങ്ങനാ സാറേ? പാവങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ചോദിച്ചത് പച്ചക്കറി കച്ചവടം നടത്തുന്ന മറിയാമ്മയാണ്. SI അവരെ തുറച്ചു നോക്കി. സാറേ, സണ്ണിമോൻ എന്ന സ്ത്രീ ലംബടനെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ പിന്മാറില്ല, രാമസ്വാമി തീർത്തു പറഞ്ഞു. അപ്പോഴേക്കും പ്രമുഖ പത്രങ്ങളുടെയും ഒരു TV ചാനലിന്റെയും ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടറും എത്തി. ക്യാമറയ്ക്ക് മുന്നിൽ സൂര്യകാന്തി കാര്യം വിശദീകരിച്ചു. പത്രക്കാരുടെ ക്യാമറകൾ അതിദ്രുതം മിന്നി. അവസാനം CI സത്യനാഥ് ഇറങ്ങി വന്നു. നിങ്ങൾ ശാന്തരാകണം. കിട്ടിയ പരാതിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ്. CI മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുകയാണെന്ന് കാന്തിക്കും മറ്റും അറിയാമായിരുന്നു. കൂടുതൽ അന്വേഷിക്കാൻ എന്തിരിക്കുന്നു സാറേ? ദൃക്സാക്ഷികളായ ഞങ്ങൾ എത്രയോ പേരുണ്ട്. മുട്ടക്കച്ചവടക്കാരൻ വേലുവാശാൻ ചോദിച്ചു. പട്ടാപ്പകൽ ഒരു പെണ്ണിന്റെ മേൽ കൈവച്ചവനെ ശിക്ഷിക്കാൻ പോലും ഇവിടെ നിയമമില്ലേ? CI തെല്ല് അകലേക്ക് മാറി നിന്ന് MLA ശിവശങ്കറുടെ ഫോണിലേക്ക് കോൾ അയച്ചു. മൂന്നാമത്തെ ബെല്ലിന് കോളെടുത്തു. എന്താ സത്യ? MLAയുടെ ശബ്ദം. അയാൾ കാര്യം ചുരുക്കി പറഞ്ഞു. അപ്പുറത്ത് അല്പനേരം ചിന്തിക്കുന്നത് പോലെ നിശബ്ദത. പിന്നെ ശിവശങ്കരൻ നിർദ്ദേശിച്ചു. ഞാനീ പറയുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. സണ്ണിക്കെതിരെ കേസെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞത് നേര്. പക്ഷേ തന്റെ സുപ്പീരിയറിനെ വിളിച്ചു ചോദിച്ചിട്ട് തന്റെ മനോധർമ്മം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. കോൾ മുറിഞ്ഞു. CI സത്യനാഥിന്റെ മുഖം തെളിഞ്ഞു. അയാൾ ദേവികുളം DYSP ഇർഫാൻ മുഹമ്മദിനെ ഫോൺ ചെയ്ത് വിവരങ്ങൾ ധരിപ്പിച്ചു. എല്ലാം കേട്ട ശേഷം ഇർഫാൻ മുഹമ്മദ് തിരക്കി. അപ്പോൾ ഉള്ളുകൊണ്ട് MLAയ്ക്കും ആ ഫോറസ്റ്റ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യണമെന്ന അല്ലേ? അതിനർത്ഥം അയാളുടെ പാർട്ടിക്കാരൊന്നും പ്രശ്നത്തിൽ ഇടപെടില്ലെന്ന. താനൊരു കാര്യം ചെയ്യേ സത്യ സാർ. മറയൂരെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സ്ഥലം വാർഡ് മെമ്പറെയും ഒന്ന് ഇൻഫോം ചെയ്തേര്. എന്നിട്ട് തന്റെ ഡ്യൂട്ടി ചെയ്തോളൂ. മീഡിയ കവറേജൊക്കെ ഉള്ളതല്ലേ സാർ? അതെ. CI സത്യനാഥ് പിടഞ്ഞുണർന്നു. അപ്പോൾ തന്നെ അയാൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറെയും വിളിച്ച് കാര്യം പറഞ്ഞു. ശേഷം സമരക്കാരുടെ മുന്നിലേക്ക് ചെന്നു. അപ്പോഴേക്കും അവർ ഒന്നുകൂടി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. നിർത്ത്, ഞാനൊന്ന് പറയട്ടെ. സത്യനാഥ് കൈ ഉയർത്തി. സമരക്കാർ നിശബ്ദരായി. സത്യനാഥ് പറഞ്ഞു. നിങ്ങൾ പിരിഞ്ഞു പൊയ്ക്കോളൂ. പ്രതിയെ ഇന്ന് തന്നെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഉറപ്പാണോ സാറേ? മറിയാമ്മ ചോദിച്ചു. ഉറപ്പ്. സത്യനാഥ് പുഞ്ചിരിച്ചു. തുടർന്ന് SI ബാഹുലേയനെയും ഏതാനും പോലീസുകാരെയും കൂട്ടി CI ബൊലേറോയിൽ കയറിപ്പോയി. നമുക്കും പോകാം മണ്ണാരപ്പെട്ടിക്ക്. എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലോ.
പറഞ്ഞുകൊണ്ട് രാമസ്വാമി തിടുക്കത്തിൽ നടന്നു. മറയൂർ ടൗണിന്റെ പേരാണ് മണ്ണാരപ്പെട്ടി. സൂര്യകാന്തിയും പരമശിവയും അടക്കം എല്ലാവരും അങ്ങോട്ട് പോയി. ആ സമയത്ത് മറയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് അരികിലുള്ള ചന്ദന ഡിപ്പോയിൽ ഉണ്ടായിരുന്നു റേഞ്ചർ കാരണവർ കേശവും ഡ്രൈവർ സണ്ണിമോനും. അടുത്ത ദിവസം ചന്ദനത്തടിയുടെ ലേലം നടക്കുന്നുണ്ട്. അടുക്കിയിട്ടിരിക്കുന്ന തടികൾ പരിശോധിക്കുകയായിരുന്നു കാരണവർ. ഓരോ വലിപ്പത്തിലുമുള്ള തടികൾ വേർതിരിച്ച് അടുക്കി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് സണ്ണിമോന്റെ സെൽഫോണിൽ ഒരു കോൾ വന്നു. തിടുക്കത്തിൽ അയാൾ അറ്റൻഡ് ചെയ്തു. എന്താ സാറേ? അപ്പുറത്തു നിന്ന് വേഗത്തിൽ മറുപടി വന്നു. താൻ അവിടുന്ന് മാറി നിൽക്കണം. ആ സിയും സംഘവും തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. സണ്ണിമോൻ നടുങ്ങി. തിരിഞ്ഞു നോക്കിയ കാരണവർ കേശവ് അയാളുടെ മുഖഭാവം കണ്ട് നെറ്റിച്ചുളിച്ചു. എന്താടോ? സണ്ണിമോൻ തിടുക്കത്തിൽ കാര്യം ചുരുക്കി പറഞ്ഞു. കാരണവരുടെ മുഖത്തും ഒരു അമ്പരപ്പ് പ്രകടമായി. MLA ആ സിയെയോട് വിളിച്ചു പറഞ്ഞതാണല്ലോ. ആ സണ്ണി സാർ, തൽക്കാലം താൻ മാറി നിന്നോ. ഇപ്പോൾ പിടികൊടുക്കാതിരിക്കുന്നതാ ഉചിതം. നമുക്ക് മുൻകൂർ ജാമ്യം എടുക്കാമെന്നേ. സാർ, ഞാൻ എങ്ങോട്ട് പോകും? മൂന്നാറിന് പോയാൽ ശരിയാവില്ല. കാരണവർ ഒരു നിമിഷം ചിന്തിച്ചു. ശേഷം നിർദ്ദേശിച്ചു. താനീ ജീപ്പെടുത്തോ. എന്നിട്ട് ചിന്നാർ വഴി തമിഴ്നാട്ടിലേക്ക് കടക്ക്. കുറിച്ചിക്കോട്ടയിലോ ഉദുമൽപേട്ടയിലോ താമസിക്ക്. ഇവിടത്തെ നീക്കങ്ങളൊക്കെ ഞാൻ നടത്തിക്കോളാം. മുൻകൂർ ജാമ്യത്തിനുള്ള അഡ്വക്കേറ്റിനെയും ഏർപ്പാടാക്കാം. ശരി സാർ. സണ്ണിമോൻ പെട്ടെന്ന് തിരിഞ്ഞു. തന്റെ കയ്യിൽ പണമുണ്ടോ? കാരണവർ പേഴ്സ് എടുത്തു. ഉണ്ട് സാർ. എങ്കിൽ സമയം കളയണ്ട, വിട്ടോ. ചന്ദന ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയ സണ്ണിമോൻ റേഞ്ച് ഓഫീസിന് മുന്നിൽ കിടന്ന ജീപ്പിൽ കയറി. അയാളുടെ തിടുക്കം കണ്ട് ഓഫീസ് വരാന്തയിലും മുറ്റത്തും ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വാച്ചർമാരും തിരിഞ്ഞു നോക്കി. എന്താ സണ്ണി ഇത്ര പരവേശം? ഒരാൾ തിരക്കി. സണ്ണിമോൻ അയാളെ സൂക്ഷിച്ചൊന്നു നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് മറയൂർ ഗ്രാമം ആദിവാസി കോളനി റോഡിലേക്ക് ഇറങ്ങിയതും പോലീസിന്റെ ബൊലേറോ തൊട്ടു മുന്നിൽ വിലങ്ങനെ വന്നു നിന്നു. സണ്ണിമോൻ ബ്രേക്ക് പെഡൽ ആഞ്ഞു ചവിട്ടി. ചക്രങ്ങൾ തറയിലുരഞ്ഞ് ജീപ്പ് നിന്നു. ബൊലേറോയിൽ നിന്ന് സിഐയും SIയും ചാടിയിറങ്ങി. പിന്നാലെ പോലീസുകാരും. സത്യനാഥ് ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിന് അരികിലെത്തി. സണ്ണി എന്താ ഇത്ര വേഗത്തിൽ? അത്യാവശ്യ കാര്യത്തിന് വല്ലതും പോവുകയായിരുന്നോ? അയാൾ തിരക്കി. അതെ. സണ്ണിമോൻ വിക്കി. ചന്ദന ഡിപ്പോയുടെ വാതിൽക്കൽ നിന്ന് കാരണവർ കേശവ് ഈ കാഴ്ച കണ്ടു. അയാൾ വേഗം ജീപ്പിനടുത്തെത്തി. എന്താ വിഷയം? ഒന്നുമില്ല സാർ. CI ചിരിച്ചു. ഈ സണ്ണിമോനെ ഞങ്ങളൊന്ന് കൊണ്ടുപോകുക. ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അങ്ങനെ ചുമ്മാതങ്ങ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണമറിയണം എനിക്ക്. കാരണവർ CIയെ തടയുന്ന മട്ടിലായി. കാരണം നിങ്ങൾക്കുമറിയാം, എനിക്കുമറിയാം, സണ്ണിമോനും അറിയാം. CI തലയിളക്കി. റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ജീവനക്കാരും അപ്പോഴേക്കും ജീപ്പിനടുത്തെത്തി. വാറണ്ട് ഉണ്ടോ? പെട്ടെന്ന് കാരണവർ തിരക്കി. ഇല്ല. ഒരു സ്ത്രീ പീഡന പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ തൽക്കാലം എനിക്ക് വാറണ്ടിന്റെ ആവശ്യമില്ല. പിന്നെ ഒന്ന് നിർത്തിയിട്ട് സത്യനാഥ് തുടർന്നു. ഈ റേഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു പദവിയാണെന്ന ജനം ധരിച്ചിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ വിചാരിക്കുന്നെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അതേ റാങ്ക് തന്നെയാ എനിക്കും. അതുകൊണ്ട് കൂടുതൽ ഷോ കാണിക്കാൻ നോക്കല്ലേ. മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെ തോന്നി റേഞ്ചർ കാരണവർ കേശവിന്. തന്റെ കീഴ് ജീവനക്കാർ ചിരി കടിച്ചമർത്തുന്നത് അയാൾ കണ്ടു. അപ്പോൾ CIയുടെ ശബ്ദം വീണ്ടും കേട്ടു. ഇവിടൊരു മത്സരത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനാ. ഞങ്ങളത് നിർവഹിക്കുകയും ചെയ്യും. അയാൾ സണ്ണിമോന്റെ നേർക്ക് തിരിഞ്ഞു. ഇറങ്ങി വാടോ. സണ്ണിമോൻ ജീപ്പിന്റെ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചിരുന്നു. റോഡിലൂടെ പോയ ആളുകൾ വണ്ടികൾക്ക് ചുറ്റും കൂടാൻ തുടങ്ങി. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ സമരക്കാരും അവിടെ എത്തി. എടോ, ഇറങ്ങി വരാൻ CI വീണ്ടും സണ്ണിമോനോട് പറഞ്ഞു. പക്ഷേ അയാൾ അനങ്ങിയില്ല. കുടുകുടെ വിയർത്ത് ഇരിക്കുകയാണ്. എനിക്ക് നല്ല സുഖമില്ല. ആശുപത്രിയിൽ പോവുകയായിരുന്നു ഞാൻ. വല്ല വിധേനയും സണ്ണിമോൻ പറഞ്ഞൊപ്പിച്ചു. സത്യനാഥ് ചിരിച്ചു. ഓ, മനസ്സിലായി. സ്വർണ്ണക്കടത്ത് കേസിലെയും മയക്കുമരുന്ന് കേസിലെയും VIP-കൾ ചെയ്യുന്നത് കണ്ടിട്ട ഇങ്ങനെയൊരു അടവ് അല്ലേ? പക്ഷേ അതിവിടെ നടക്കത്തില്ല സണ്ണിമോനെ. സത്യനാഥ് മുന്നോട്ടാഞ്ഞ് സണ്ണിമോന്റെ കയ്യിൽ പിടിച്ചു. വാ. കാരണവർ കേശവ് പെട്ടെന്ന് CIയോട് അടുത്തുനിന്ന് സ്വരം താഴ്ത്തി. അയാള് പറഞ്ഞത് സത്യമാ. ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരാം. സത്യനാഥ് മുഖം കോട്ടി. അത് പോരല്ലോ റേഞ്ചറെ. കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ
വൈദ്യപരിശോധന നടത്താൻ ഞങ്ങൾ പോലീസിനറിയാം. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാ. സത്യനാഥ് സണ്ണിമോനെ ബലമായി ജീപ്പിൽ നിന്നിറക്കി. അതോടെ അയാളുടെ മുഖം മാറി. സാറേ, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു കോടതിയും എന്നെ തൂക്കിക്കൊല്ലത്തില്ല. തിരിച്ചു വരുമ്പോൾ ഞാൻ സാറിനെ കാണാൻ വരും. സാർ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും. സണ്ണിമോൻ കടപ്പല്ലമർത്തി. CI അയാളെ SIക്കും പോലീസുകാർക്കും നേരെ തള്ളി. ടേക്ക് ഹിം. അവർ അയാളെ ബൊലേറോയിൽ കയറ്റി. ജനം കൂകി വിളിച്ചു. അവർക്കിടയിൽ സൂര്യകാന്തി നിൽക്കുന്നത് സണ്ണിമോൻ കണ്ടു. അതോടെ അയാൾ അലറി. നിന്റെ കഷ്ടകാലം ഈ നിമിഷം തുടങ്ങുവാടി, ഓർത്തോ? പോടോ. അവൾ ചിറികോട്ടി. ബൊലേറോ മുന്നോട്ട് നീങ്ങി. നേച്ചർ പാർക്കിന് മുന്നിൽ വെച്ച് തിരിഞ്ഞ് അത് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി. പാർക്കിനുള്ളിൽ ചിലന്തിക്കാലുകൾ പോലെ വേരുകൾ ആഴ്ത്തി നിൽക്കുന്ന പേരാലിന് മുകളിൽ നൂറുകണക്കിന് കുരങ്ങുകൾ വല്ലാത്ത ശബ്ദം പുറപ്പെടുവിച്ച് പാഞ്ഞു നടന്നു. ബൊലേറോ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ എന്തോ കടുത്ത തീരുമാനമെടുത്തുകൊണ്ട് കാരണവർ കേശവും പിന്തിരിഞ്ഞു. തന്റെ ഓഫീസിലേക്ക് കയറിയ അയാൾ സെൽഫോൺ എടുത്ത് MLA ശിവശങ്കറുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. വൈകിട്ട് പോത്തുകൾക്ക് തീറ്റയും വെള്ളവും കൊടുത്തിട്ട് സൂര്യകാന്തി അടുക്കളയിൽ കയറി. പരമശിവ പുല്ലറുക്കാൻ വനത്തിലേക്ക് പോയിരിക്കുകയാണ്. അത്താഴം ശരിയാക്കിയിട്ട് ഇനി സൂര്യകാന്തി പോയി പുല്ല് ചുമന്നു കൊണ്ടുവരണം. അവൾ തിടുക്കത്തിൽ പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. ഇപ്പുറത്തെ മുറിയിൽ വന്ന് മൊബൈൽ എടുത്ത് അവൾ നോക്കി. രാമസ്വാമി കോളിംഗ്. ഹലോ. അവൾ അറ്റൻഡ് ചെയ്തു. സണ്ണിമോന്റെ വിവരം വല്ലതും അറിഞ്ഞോ? അറിഞ്ഞു. അത് പറയാനാ ഞാൻ വിളിച്ചത്. രാമസ്വാമി തുടർന്നു. സണ്ണിമോനെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാതെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി CI ശ്രമിക്കുമെന്നാ അറിയാൻ കഴിഞ്ഞത്. നമ്മളെക്കൊണ്ട് അത്രയെങ്കിലും കഴിഞ്ഞല്ലോ. ഇനി കുറച്ച് ദിവസത്തേക്ക് അയാൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളും. സണ്ണിമോനെ കൊണ്ട് തൽക്കാലം ദ്രോഹമൊന്നും ഉണ്ടാകില്ലെങ്കിലും നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ കാന്തി. അണിയറയിൽ എന്തൊക്കെയോ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. കാരണവർ കേശവ് ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയി. കൂടെയാ നിശാചരനും ഉണ്ടായിരുന്നു. സൂര്യകാന്തിയുടെ നെറ്റി ചുളിഞ്ഞു. ആര്? ഭൈരവമൂർത്തിയോ? അതേന്നേ. പകൽ പുറത്തിറങ്ങാത്ത നിശാചരനെ റേഞ്ചർ പുറത്തിറക്കിയെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും രാമസ്വാമി. നിശാചരനാണെങ്കിൽ മനുഷ്യനുമല്ല ചെകുത്താനുമല്ല എന്ന പ്രകൃതക്കാരനാ. ഒന്ന് ശ്രദ്ധിച്ചോണേ. അതൊക്കെ ഞാൻ ഏറ്റു. കാന്തി ഭയപ്പെടണ്ട, അവൻ ഉറപ്പുകൊടുത്തു. പിറ്റേന്ന് പുലർച്ചെ സൂര്യകാന്തിയും പരമശിവയും പതിവ് പോലെ ചന്തയിലെത്തി. പെട്ടി ഓട്ടോയിൽ നിന്നിറങ്ങിയ അവൾ ഒന്ന് നെറ്റി ചുളിച്ചു. പിന്നെ വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും നോക്കി. അച്ഛാ. അറിയാതെ ഒരു ശബ്ദം സൂര്യകാന്തിയുടെ കണ്ഠത്തിൽ നിന്നുയർന്നു. പരമശിവയും അത് കണ്ടു കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഇറച്ചിക്കടയ്ക്ക് ഏതാനും മീറ്റർ അകലെ പുതിയൊരു ഷെഡ് കെട്ടിയിരിക്കുന്നു. അതും ഒരു ഇറച്ചിക്കടയാണ്. ഷെഡിന്റെ കഴുക്കോലിൽ മാട്ടിറച്ചി തൂങ്ങിക്കിടക്കുന്നു. മേശപ്പുറത്ത് പോത്തിന്റെ തല അറുത്തെടുത്ത് അതേപടി വെച്ചിരിക്കുന്നു. ഇത് ആരുടെ കടയാ? അമ്പരപ്പിൽ സൂര്യകാന്തി പിറുപിറുത്തു. അപ്പോൾ ഷെഡിനുള്ളിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി. ലുങ്കിയും ബനിയനുമാണ് വേഷം. കയ്യിൽ ഇറച്ചി വെട്ടുന്ന വലിയ കത്തി. നിശാചരൻ. പരമശിവയുടെ ചുണ്ടനങ്ങി. നിശാചരൻ ഭൈരവമൂർത്തി. അധ്യായം 9. സൂര്യകാന്തിയുടെ കണ്ണുകൾ വല്ലാതെ കുറുകി. തലേന്ന് രാമസ്വാമി ഫോണിൽ പറഞ്ഞത് അവൾ ഓർത്തു. റേഞ്ചർ കാരണവർ കേശവ് നിശാചരനുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിരുന്നു. അത് ഈ കടയ്ക്കുള്ള പെർമിഷന് വേണ്ടി ആയിരിക്കും. നിശാചരൻ ഭൈരവമൂർത്തി അവളെ നോക്കി കറുത്ത പല്ലുകൾ കാട്ടിച്ചിരിച്ചു. കാന്തിയെ, ഇന്നു മുതൽ ഞാനും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. ഇടം കൈകൊണ്ട് അയാൾ തന്റെ ചിതറിക്കിടക്കുന്ന മുടിയിലും ചെമ്പിച്ച താടിരോമങ്ങളിലും തടവി. സൂര്യകാന്തി മിണ്ടാതെ ചിന്തിച്ചു നിന്നു. പോത്തിനെ കശാപ്പ് ചെയ്യുന്ന ദൊരയ്യൻ പെട്ടി ഓട്ടോയിൽ നിന്ന് വലിയ പോത്തിൻകാലുകൾ വലിച്ചുയർത്തി മേശപ്പുറത്തേക്കിട്ടു. പിന്നെ ആയാസപ്പെട്ട് കഴുക്കോലിലെ കയറിൽ കെട്ടിത്തൂക്കി. ചന്ത ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കച്ചവടക്കാർ സാധനങ്ങൾ കൊണ്ടിറക്കി നിരത്താൻ തുടങ്ങുന്നു. പുതിയ ഇറച്ചിക്കടയും അതിനു മുന്നിൽ നിൽക്കുന്ന ഭൈരവമൂർത്തിയെ കണ്ട് അവർ നെറ്റിച്ചുളിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. ആരും അയാളോട് കുശലം ചോദിക്കാൻ പോയില്ല. അയാൾക്ക് മൃഗീയ സ്വഭാവമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തോ ചിന്തിച്ചുകൊണ്ട് സൂര്യകാന്തി തന്റെ ഫോണെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. ആദ്യ തവണ ബെല്ലടിച്ചു നിന്നതേയുള്ളൂ. ഒരു തവണ കൂടി അവൾ കോൾ അയച്ചു. ഇത്തവണ പ്രസിഡന്റ് കോൾ എടുത്തു. ഹലോ. അടച്ച ശബ്ദം.
അയാൾ എഴുന്നേറ്റിട്ടില്ലെന്ന് സൂര്യകാന്തിക്ക് മനസ്സിലായി. ഞാനാ സാറേ സൂര്യകാന്തി, ചന്തയിലെ. അവൾ മുഴുമിപ്പിക്കും മുമ്പ് പ്രസിഡന്റിന്റെ മറുപടി വന്നു. പിന്നെ എനിക്കറിയില്ലേ. എന്താ കാന്തി രാവിലെ, വല്ല വിശേഷവുമുണ്ടോ? വിശേഷം എന്നേക്കാൾ നേരത്തെ സാറിനറിയാമല്ലോ. അവളുടെ ശബ്ദത്തിൽ നീരസം തിങ്ങി. ഇത്ര വേഗം ഒരു ഇറച്ചിക്കട കൂടി നടത്താനുള്ള പെർമിഷൻ നൽകിയത് എന്തിനാ സാറേ? അതോ? അയാൾ ചിരിച്ചു. കുറച്ചു കാലമായി നിശാചരൻ കടയുടെ കാര്യം പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നു. അയാൾക്കും ജീവിക്കണ്ടേ, അതുകൊണ്ട് പെർമിഷൻ കൊടുത്തു. പ്രസിഡന്റ് പറയുന്നത് കള്ളമാണെന്ന് സൂര്യകാന്തിക്കറിയാം. പക്ഷേ ചന്തലേലത്തിന്റെ സമയത്ത് ഒറ്റ കടയുടെ കാര്യമേ പറഞ്ഞിരുന്നുള്ളൂ. അതനുസരിച്ച ഞാൻ വാടക കൊടുക്കുന്നതും സൂര്യകാന്തി പറഞ്ഞു. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല കാന്തി. ചന്ത ലേലത്തിൽ പിടിച്ചയാളോട് സംസാരിക്ക്, എന്നിട്ട് വാടക 5-10 കുറച്ചോളൂ. സൂര്യകാന്തിക്ക് ദേഷ്യം വന്നു. അക്കാര്യത്തിൽ സാറിന്റെ വക്കാലത്ത് വേണ്ട. ഇന്നലെ റേഞ്ചറും നിശാചരനും സാറിനെ വന്ന് കണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു. അവർ എന്തു തന്നു സാറിന്? പണമോ അതോ മറ്റെന്തെങ്കിലും? കാന്തി, പ്രസിഡന്റിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. വിരട്ടാൻ നോക്കല്ലേ സാറേ, അടുത്ത മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ. സാറ് മത്സരിക്കുമല്ലോ. സാറിനെതിരെ ഞാനുണ്ടാവും കളത്തിൽ. കഴിഞ്ഞ വട്ടം സാറ് ജയിച്ചത് വെറും 5 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാ, മറക്കണ്ട. മറുപടിക്ക് കാക്കാതെ അവൾ കോൾ മുറിച്ചു. ഫോൺ മേശപ്പുറത്തേക്കിട്ടു. സന്ദേഹത്തോടെ പരമശിവ അവളെ നോക്കിയിരുന്നു. തന്റെ പണി തീർത്ത് ദ്വരയ്യൻ പോയി കഴിഞ്ഞിരുന്നു. സൂര്യകാന്തി ഷെഡിനുള്ളിൽ കയറി ഇറച്ചി കുറേശ്ശെ അറുത്തെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. സമയം കടന്നുപോയി. ആളുകൾ ചന്തയിൽ എത്തിത്തുടങ്ങി. പതിവുകാരെല്ലാം സൂര്യകാന്തിയുടെ കടയ്ക്ക് മുന്നിൽ നിരന്നു. പുതിയ കട കണ്ടെങ്കിലും ആരും നിശാചരന്റെ അടുത്തേക്ക് പോയില്ല. അത് വലിയ കുറച്ചിലായിപ്പോയി നിശാചരന്. ഇറച്ചി വാങ്ങാൻ എത്തിയവരെയും സൂര്യകാന്തിയെയും അയാൾ പകയോടെ മാറി മാറി നോക്കി. അവൾ തന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ജോലിയിൽ മുഴുകി നിൽക്കുകയാണ്. സൂര്യകാന്തിക്ക് ഉള്ളിൽ ആഹ്ലാദം തോന്നി. ആരും തന്നെ കൈവിട്ടില്ലല്ലോ. പെട്ടെന്ന് നിശാചരന്റെ ഫോൺ ശബ്ദിച്ചു. അപ്പുറത്ത് കാരണവർ കേശവ് ആയിരുന്നു. എങ്ങനെയുണ്ട് മൂർത്തി ഉദ്ഘാടനം? കാരണവർ ചോദിച്ചു. നിശാചരൻ ഭൈരവമൂർത്തി ശബ്ദം കുറച്ച് മറുപടി നൽകി. പട്ടികൾ ഒറ്റ ഒരെണ്ണം എന്റെ അടുത്തേക്ക് വരുന്നില്ല സാർ. അതേയോ? വരുത്താൻ 2 മാർഗങ്ങളുണ്ട്. ആദ്യത്തേത് പരാജയപ്പെട്ടാൽ അടുത്തത്. കാരണവർ ചില കാര്യങ്ങൾ മൂർത്തിക്ക് പറഞ്ഞു കൊടുത്തു. നിശാചരൻ ഭൈരവമൂർത്തി പെട്ടെന്നുണർന്നു. അയാൾ കടയ്ക്ക് പുറത്തിറങ്ങി നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഇതാ 1-ാം-തരം പോത്തിറച്ചി, കിലോയ്ക്ക് 300 രൂപ മാത്രം. അത് കേട്ട് സൂര്യകാന്തി അമ്പരന്നു. താൻ 350 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു തരത്തിലും ലാഭം കിട്ടില്ല. ഇത് കച്ചവടം പിടിച്ചെടുക്കാനുള്ള നിശാചരന്റെ അടവാണ്. ആളുകൾ പരസ്പരം നോക്കിയതല്ലാതെ പ്രതികരിക്കുകയോ അയാളുടെ അടുത്തേക്ക് പോകുകയോ ചെയ്തില്ല. അതോടെ ഭൈരവമൂർത്തിക്ക് ദേഷ്യമായി. അയാൾ കാരണവർ പറഞ്ഞ 2-ാമത്തെ അടവ് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. മേശപ്പുറത്തിരുന്ന വലിയ വെട്ടുകത്തി എടുത്തുയർത്തിക്കൊണ്ട് അയാൾ ചീറി. നീയൊന്നും കേട്ടില്ലടാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇറച്ചിക്ക് 50 രൂപ കുറവാണെന്ന്. ആരും മിണ്ടിയില്ല. ഭൈരവമൂർത്തിയുടെ ശബ്ദം കുറച്ചുകൂടി ഉയർന്നു. അതോ നീയൊക്കെ തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളുടെ അടുത്തുനിന്നേ ഇറച്ചി വാങ്ങത്തുള്ളോ? ജനം പ്രതികരിച്ചില്ല. ചന്തയിൽ ഉണ്ടായിരുന്നവരുടെ എല്ലാം ശ്രദ്ധ അവിടേക്ക് പോയി. കുറെ പേർ മെല്ലെ മുന്നോട്ട് വന്നു. സൂര്യകാന്തി വെട്ടിത്തിരിഞ്ഞ് നിശാചരനെ നോക്കി. മൂർത്തി, നിങ്ങളോട് ഞാൻ ഒന്നിനും വന്നില്ല. അതുകൊണ്ട് എന്നെപ്പറ്റി പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നീ എന്തോ ചെയ്യുമടി കഴിവാർടെ മോളെ. ഭൈരവമൂർത്തി 2 അടി മുന്നോട്ട് വെച്ചു. ഇരുവശത്തും മൂർച്ചയുള്ള അഗ്രം കൂർത്ത കത്തിയിൽ സൂര്യകാന്തി പിടിമുറുക്കി. എന്തും ചെയ്തു പോകും. അവൾ പല്ലിഞ്ഞരിച്ചു. എന്റെ ജോലിയാ ഞാൻ ചെയ്യുന്നത്. ഇവിടെ വരുന്നവരോട് മാന്യമായിട്ടാ പെരുമാറുന്നതും. അതുകൊണ്ട് മൂർത്തിച്ചേട്ടൻ വേറെ പണി നോക്ക്. നിങ്ങളെ കണ്ടാൽ വിരളുന്നവരുടെ അടുത്ത് വേലയിറക്ക്. എടീ, അയാൾ ആക്രോശിച്ചു. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. മോളെ, അവനോടൊന്നും പറയാൻ നിൽക്കണ്ട, പരമശിവ മകളോട് പറഞ്ഞു. പെട്ടെന്ന് നിശാചരൻ ഭൈരവമൂർത്തി ഇറച്ചി വാങ്ങാൻ വന്നവരുടെ അടുത്ത് ചെന്നു. ഇവിടെ 2 കടകളുണ്ട്. മര്യാദയ്ക്ക് പകുതി പേർ എന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിയേ പറ്റൂ, അയാൾ പറഞ്ഞു. ഇത് എവിടുത്തെ ന്യായമാ മൂർത്തി? പ്രായം ചെന്ന ഒരാൾ ചോദിച്ചു. ആര് ഏത് കടയിൽ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അവരവരാ, കടക്കാരല്ല. ഡേ കിളവാ, മൂർത്തി കയ്യോങ്ങി. വെറുതെ എനിക്ക് പണിയുണ്ടാക്കരുത്. പറഞ്ഞതും അയാൾ വൃദ്ധന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്റെ കടയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി.
ഇവിടുത്തെ ഇറച്ചി കൊണ്ടുപോയി ഒന്ന് തിന്നു നോക്കിക്കേ, വല്ലതും സംഭവിക്കുമോ എന്ന് കാണട്ടെ. വൃദ്ധൻ ചകിതനായി. സൂര്യകാന്തിയുടെ ക്ഷമ കെട്ടു. കത്തിയുമായി അവൾ പുറത്തേക്ക് ചാടി. എന്റെ അരികിൽ വന്നയാളെ ബലമായി കൊണ്ടുപോകാൻ നിനക്കാരാടാ അധികാരം തന്നത്? ദാ കസേരയിൽ ഇരിക്കുന്നവൻ. ഭൈരവമൂർത്തി പരമശിവയ്ക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പല്ലിളിച്ചു. സൂര്യകാന്തി എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു. പൊടുന്നനെ സമീപത്തു നിന്ന് കുരങ്ങുകളുടെ ശബ്ദം കേട്ടു. അവൾ മാത്രമല്ല, കടയ്ക്ക് മുന്നിൽ നിന്നിരുന്നവർ മുഴുവൻ തിരിഞ്ഞു നോക്കി. മരച്ചില്ലകളിലൂടെ ഒരുപാട് കുരങ്ങുകൾ പാഞ്ഞു വരുന്നു. ചില്ലകളിൽ നിന്ന് അവ ഷെഡുകൾക്ക് മീതെ എടുത്തു ചാടുന്നു. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്. ഷെഡുകളുടെ ആസ്ബൻഡോസ് ഷീറ്റുകൾക്കും ടാർപോളിനുകൾക്കും പുറത്ത് അവയുടെ കാലുകൾ പതിഞ്ഞപ്പോൾ യുദ്ധക്കളത്തിലേതുപോലെയുള്ള ശബ്ദം. ആർക്കും ഒന്നും മനസ്സിലായില്ല. അടുത്ത നിമിഷം പല്ലിളിച്ച് ഒരു വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കുരങ്ങുകൾ നിശാചരന് നേരെ കുതിച്ചു ചാടി. നിശാചരൻ ഭൈരവമൂർത്തി വെട്ടുകത്തി ഉയർത്തി. പക്ഷേ അയാൾക്ക് വീശാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പേ കുരങ്ങുകൾ അയാൾക്ക് മേലെ ചാടിക്കയറി. അയാളെ ചുറ്റിപ്പിടിച്ച് മാന്താനും കടിക്കാനും തുടങ്ങി. മൂർത്തി അലറിക്കരഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിവിട്ട് വീണു. സൂര്യകാന്തി അടക്കം എല്ലാവരും അമ്പരപ്പോടെ പുറകിലേക്ക് മാറി നിന്ന് മിഴിച്ചു നോക്കി. നായ്ക്കൾ കൂട്ടം ചേർന്ന് ആട്ടിൻകുട്ടിയെ കടിച്ചു കീറുന്നത് പോലെയായിരുന്നു അത്. മൂർത്തിയെ കുരങ്ങുകൾ ആക്രമിക്കുമെന്നും അതുകൊണ്ടാണ് അയാൾ പകൽ പുറത്തിറങ്ങാത്തതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ചിലരൊന്നും അത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരത് നേരിൽ കാണുകയാണ്. കടിയേറ്റ് അവശനായ മൂർത്തി നിലവിളിക്കാനുള്ള ശേഷി പോലും ഇല്ലാതെ തറയിൽ കിടന്ന് പുളഞ്ഞു. കുരങ്ങുകളെ ഓടിക്കാൻ ആരും തയ്യാറായില്ല. സൂര്യകാന്തി ചുറ്റും നോക്കി. സുന്ദരത്തിന്റെ പഴക്കടയിൽ ഒരു പാളയൻകോടൻ കുല തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അവൾ ചെന്ന് അത് വാങ്ങിക്കൊണ്ടുവന്ന് തന്റെ കടയ്ക്ക് മുന്നിൽ വെച്ചു. ഇന്നാ ഇതെടുത്തോ. കുരങ്ങുകളുടെ നേതാവ് ഒന്ന് തിരിഞ്ഞു. പിന്നെ ഓടിവന്ന് 4-5 കായ്കൾ ഇരിഞ്ഞെടുത്തുകൊണ്ട് ഒരു കടയ്ക്ക് മീതെ കയറിയിരുന്ന് തിന്നാൻ തുടങ്ങി. അത് കണ്ട് മറ്റു കുരങ്ങുകളും അപ്രകാരം ചെയ്തു. ഏതാണ്ട് 50ഓളം കുരങ്ങുകൾ. പഴം തിന്ന ശേഷം മറയൂർ വില്ലേജ് ഓഫീസിനും ഗവൺമെന്റ് LP സ്കൂളിനും അടുത്തു നിൽക്കുന്ന മരങ്ങളിലേക്ക് അവ ചാടിക്കയറി. ഒരു യുദ്ധം അവസാനിച്ച പ്രതീതി. സൂര്യകാന്തി ഭൈരവമൂർത്തിക്ക് നേരെ തിരിഞ്ഞു. ശരീരം മുഴുവൻ മുറിഞ്ഞ് രക്താഭിഷിക്തനായി തറയിൽ കിടക്കുകയായിരുന്നു അയാൾ. വെള്ളം. അയാളുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നു. സൂര്യകാന്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളക്കുപ്പിയെടുത്ത് അടപ്പ് തുറന്ന് അയാളുടെ വായിലേക്കൊഴിച്ചു. പാമ്പ് തവളയെ വിഴുങ്ങുന്നത് പോലെ അയാളുടെ തൊണ്ട അനങ്ങിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം വരെ മറയൂർ ചന്തയിൽ വന്നവരുടെ ചർച്ച സൂര്യകാന്തിയെക്കുറിച്ചായിരുന്നു. എന്നാലും അവളായിട്ടാ ആ നിശാചരന് വെള്ളം കൊടുത്തത്. ഞാനാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ഇല്ലായിരുന്നു. അവള് തന്നെയല്ലേ രാമസ്വാമിയുടെ ജീപ്പ് വിളിച്ച് അയാളെ ഹോസ്പിറ്റലിലേക്ക് അയച്ചതും. കുരങ്ങുകളുടെ പക ശരിക്കും ഇന്നാ കാണുന്നത്. അവറ്റകൾക്ക് അവനോടിത്ര ദേഷ്യമുണ്ടാകാനുള്ള കാരണമാ മനസ്സിലാകാത്തത്. അങ്ങനെ ജനത്തിന്റെ ചർച്ച നീണ്ടുപോയി. എന്തായാലും പെപ്പട്ടി കടിച്ചവർക്കുള്ള ഇഞ്ചക്ഷൻ മുഴുവൻ ഇനി മൂർത്തിക്ക് നൽകേണ്ടി വരും. ചിലർ പരിഹസിച്ചു. അവിടെ അങ്ങനെയൊരു കട തുടങ്ങിയതിന് പിന്നിൽ റേഞ്ചറുടെ ബുദ്ധിയാണെന്ന എല്ലാവരും പറയുന്നത്. അത് കയ്യോടെ അവസാനിക്കുകയും ചെയ്തു. ഇനി ജീവനുള്ള കാലത്തോളം മൂർത്തി പകൽ നേരത്ത് പുറത്തിറങ്ങത്തില്ല. അതായിരുന്നു എല്ലാവരുടെയും ആശ്വാസം. 2 ദിവസത്തിനു ശേഷം ഡ്രൈവർ സണ്ണിമോനെ പോലീസ് സംഘം തെളിവെടുപ്പിനായി മറയൂർ ചന്തയിൽ കൊണ്ടുവന്നു. ജനങ്ങൾ പിന്നാലെ ചെന്നു. പോലീസ് നടപടിക്ക് ശേഷം ജീപ്പിൽ കയറുമ്പോൾ പകയോടെ അയാൾ ജനങ്ങളെ നോക്കി പല്ലുറുമി. ഒരാഴ്ച കഴിഞ്ഞു. നിശാചരൻ ഭൈരവമൂർത്തി ആശുപത്രിയിൽ നിന്ന് മടങ്ങി. മിക്ക ദിവസങ്ങളിലും കാരണവർ കേശവ് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. മൂർത്തിയുടെ ഭാര്യ ആമ്പലിനെ കാണുകയായിരുന്നു പ്രധാന ഉദ്ദേശ്യം. എന്നാലും ഒരു ഭയങ്കര ചേത്തായിപ്പോയി സാറേ. ഇങ്ങേരുടെ ശരീരത്തിൽ മുറിവ് പറ്റാത്ത ഒരു ഭാഗം പോലുമില്ല. ആമ്പൽ ആദ്യം പറഞ്ഞത് അതാണ്. എന്നാലും കുരങ്ങുകൾ ഇങ്ങനെ ആക്രമിക്കുമെന്ന് ഞാൻ കരുതിയോ? വല്ല വിധേനയും കാരണവർ പറഞ്ഞൊഴിഞ്ഞു. സാരമില്ല സാറേ. ആദ്യമൊക്കെ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു മൂർത്തിക്ക്. തന്നോട് കുരങ്ങുകൾക്ക് ദേഷ്യം വരാനുള്ള കാരണമെന്താ? ആ ചോദ്യത്തിന് ആശുപത്രിയിൽ വെച്ച് മൂർത്തി ഉത്തരം നൽകിയില്ല. അയാൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയതറിഞ്ഞ് കാരണവർ സ്വയം ജീപ്പോടിച്ച് അവിടെ ചെന്നു. സന്ധ്യ കഴിഞ്ഞിരുന്നു. കാരണവരുടെ കയ്യിൽ ഏതാനും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുണ്ട്. കിടക്കുകയായിരുന്ന മൂർത്തി എഴുന്നേറ്റ് വന്നു. വശ്യമായ ഒരു ചിരിയോടെ ആമ്പൽ കാരണവരെ സ്വീകരിച്ചിരുത്തി. ഒരെണ്ണം ഒഴികെയുള്ള ക്യാരി ബാഗുകൾ കാരണവർ അവളെ ഏൽപ്പിച്ചു.
വാടോ മൂർത്തി, ഇവിടെ വന്നിരിക്ക്. കാരണവർ മേശക്കരികിലേക്ക് അയാളെ വിളിച്ചിരുത്തി. പിന്നെ കയ്യിലുള്ള ക്യാരി ബാഗിൽ നിന്ന് പിനാക്കിൾ വോഡ്കയുടെ ഒരു ഫുൾ ബോട്ടിലെടുത്ത് മേശമേൽ വെച്ചു. നിശാചരൻ ഭൈരവമൂർത്തിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങിയെങ്കിലും വോൾട്ടേജ് കുറയുന്ന ബൾബ് പോലെ ആ തിളക്കം മങ്ങി. 3 മാസത്തേക്ക് മദ്യം കഴിക്കരുതെന്ന ഡോക്ടർ പറഞ്ഞത്. അതൊന്നും സാരമില്ലടോ. താനെടുത്തിരിക്കുന്ന ഇഞ്ചക്ഷൻ വളരെ ശക്തിയുള്ളതാ. ശരീരത്തിന് ക്ഷീണമുണ്ടാകും. പക്ഷേ വെയിലത്തിറങ്ങാത്തത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അത് കേട്ടതും മൂർത്തിയുടെ കണ്ണുകളിൽ വീണ്ടും തിളക്കം വന്നു. താൻ പറഞ്ഞത് തെറ്റോ ശരിയോ എന്ന് വാസ്തവത്തിൽ കാരണവർക്ക് അറിയില്ലായിരുന്നു. മദ്യപിക്കാൻ അയാൾക്കൊരു കമ്പനി വേണം. മൂർത്തി അതിന് സന്നദ്ധനായാൽ ആമ്പലിന്റെ സാന്നിധ്യവുമുണ്ടാകും. അത്രേ ചിന്തിച്ചുള്ളൂ കാരണവർ. അപ്പോഴേക്കും 2 ഗ്ലാസുകളും സ്റ്റീൽ മഗ്ഗിൽ വെള്ളവും കൊണ്ടുവച്ചു ആമ്പൽ. കാരണവർ വാങ്ങിക്കൊണ്ടുവന്ന ഉപദംശകങ്ങളും പിന്നാലെ കൊണ്ടുവന്നു. ചൂട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഗ്രേവിയും. മൂർത്തി കുപ്പി തുറന്ന് 2 ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്നു. ശേഷം ആമ്പലിനെ നോക്കി. നിനക്ക് വേണോടി? ചോദ്യം കേട്ട് അവൾ ചൂളി. കാരണവർ ഇരിക്കുന്നുവെന്ന് ആംഗ്യം കാണിച്ചു. മൂർത്തി തല വെട്ടിച്ചു. അതൊന്നും സാരമില്ലടി, നമ്മുടെ സ്വന്തം സാറല്ലേ. കാരണവരും ആമ്പലിനെ പ്രോത്സാഹിപ്പിച്ചു. ഗ്ലാസ് എടുത്തോണ്ട് വാ, ഞാൻ ഇരിക്കുന്നതൊന്നും കണക്കാക്കണ്ട. ചമ്മലോടെ ആമ്പൽ പോയി തനിക്കുള്ള ഗ്ലാസും കൊണ്ടുവന്ന് മേശയുടെ ഒരു കോണിൽ വെച്ചു. എന്നിട്ട് ഒതുങ്ങി നിന്നു. കാരണവർ കേശവാണ് അവളുടെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു കൊടുത്തത്. ആമ്പൽ പെട്ടെന്ന് ഗ്ലാസ് എടുത്തു. പിന്നെ തിരിഞ്ഞു നിന്ന് ഒറ്റപ്പിടിക്ക് അകത്താക്കിയിട്ട് ചുണ്ടു തുടച്ചു. കാരണവരുടെ കണ്ണു തള്ളി. വെള്ളം പോലും ചേർക്കാതെയാണ് ആമ്പൽ മദ്യം കഴിച്ചത്. അയാൾ ചിക്കൻ ഫ്രൈയുടെ പ്ലേറ്റ് എടുത്ത് അവൾക്ക് നീട്ടി. കഴിക്ക്. അവൾ ഒരു ലെഗ് പീസ് എടുത്ത് കടിച്ചു കീറി. കാരണവരും മൂർത്തിയും ഗ്ലാസുകൾ കാലിയാക്കിക്കൊണ്ടിരുന്നു. മദ്യം ഏറ്റു തുടങ്ങിയപ്പോൾ ആമ്പൽ കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് സ്വയം പകർന്ന് കുടിച്ചു. 3 പേരും നല്ല ഫോമിലായി. എനിക്ക് ഒറ്റ ആഗ്രഹമേയുള്ളൂ സാറേ. അവളുണ്ടല്ലോ, ആ സൂര്യകാന്തി. അവളെ ചന്തയിൽ നിന്ന് കെട്ടിക്കണം. ഒരു ജോലിയുമില്ലാതെ അവള് തെണ്ടിത്തിരിഞ്ഞ് നടക്കണം. അതിനുള്ള അവസരമുണ്ടാക്കിയ സാറ് എന്തു ചോദിച്ചാലും ഞാൻ തരും. പെട്ടെന്ന് ആമ്പൽ പറഞ്ഞു. കാരണവർക്ക് സന്തോഷമായി. അയാളുടെ കണ്ണുകൾ അവളുടെ മേനിയിലൂടെ ഒന്ന് തെന്നി നീങ്ങി. മൂർത്തി ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഒരാഴ്ച കഴിഞ്ഞു. ചന്തയിൽ നിന്ന് മടങ്ങാൻ ഭാവിക്കുകയായിരുന്ന സൂര്യകാന്തിയുടെ പെട്ടിയോട്ടയ്ക്ക് മുന്നിൽ ഫോറസ്റ്റ് ജീപ്പ് വന്നു നിന്നു. സൂര്യകാന്തിയും പരമശിവയും നെറ്റിച്ചുളിച്ചു. ജീപ്പിൽ നിന്ന് കാരണവർ കേശവ് ഇറങ്ങി. ഓട്ടോക്കരികിൽ വന്ന് അയാൾ പരമശിവയുടെ കണ്ണുകളിലേക്ക് നോക്കി. തനിക്കൊരു സന്തോഷവാർത്ത തരാനാ ഞാൻ വന്നിരിക്കുന്നത്. പണ്ടിവിടൊരു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു, സജി എം തമ്പി. താനറിയുമോ? ആ പേര് കേട്ടതും അടിമുടി വിറച്ചുപോയി പരമശിവ. കാരണവർ അയാളുടെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് തുടർന്നു. 10-25 വർഷം മുമ്പാ സംഭവം. ഒരു ദിവസം ഇവിടുത്തെ മഞ്ഞിൽ അലിഞ്ഞു ചേർന്ന പോലെ സജി എം തമ്പി സാറിനെ കാണാതായി. ഇന്ന് വരെ യാതൊരു അറിവും ഉണ്ടായിട്ടില്ല. ഏതായാലും ഒരാൾ ചുമ്മാതങ്ങ് മറയത്തില്ലല്ലോ. കാരണവർ ഒന്ന് ചിരിച്ചു. ആ തമ്പി സാറിന്റെ മകൻ വരുന്നു, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി തന്നെ. കാട് കാക്കുന്നതിനൊപ്പം അച്ഛന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൂടിയ വരവ്. ഇനി തമ്പി സാറിനെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണെങ്കിൽ പകരം വീട്ടാനും. ഒറ്റ നിമിഷത്തിനുള്ളിൽ പരമശിവയുടെ മുഖം രക്തം ഉൾവലിഞ്ഞതുപോലെ വിളറി വെളുത്തു. സൂര്യകാന്തി അച്ഛനെ നോക്കി. ആ ഭാവമാറ്റം അവളെയും അമ്പരപ്പിച്ചു. അന്നത്തെ റേഞ്ചറായിരുന്ന മാത്യു സാറ് തന്റെ ഡയറിയിൽ എന്തോ എഴുതിയിരുന്നെന്നോ അത് തമ്പി സാറിന്റെ മകന്റെ കയ്യിൽ കെട്ടിയെന്നോ മറ്റോ പറയുന്നത് കേട്ടു. കാരണവർ കൂട്ടിച്ചേർത്തു. ശിരസിൽ തീഗോളം പതിച്ച അവസ്ഥയിലായി പരമശിവ. അയാളുടെ കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. അടുത്ത ഭാഗം മറ്റന്നാൾ.